ചവിട്ടി പാടുന്നത് ഈ വാതിൽ അങ്ങോട്ട് ഉള്ളിലേക്കാണ് പോയി. അപ്പോൾ 4ാം ക്ലാസ് 5ാം ക്ലാസ്സിലെ ഗുണ്ടയാണ്. ഒരു മികച്ച അധ്യാപകൻ എങ്ങനെയുള്ള ഒരാളായിരിക്കണം? ഇത് ഓരോ അധ്യാപകരും അവരവരോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്. നമ്മുടെ ഏതൊരു കാര്യത്തിൽ ഇടപെടുന്ന, നമ്മൾ വിളിച്ചിട്ടൊന്ന് സംസാരിക്കുന്ന, നമ്മളായിട്ടൊരു അടുപ്പമുള്ളൊരു ടീച്ചറല്ലേ നമുക്കിഷ്ടം. അതെ. നമ്മൾ കുറേ സബ്ജക്റ്റുകൾ പഠിപ്പിച്ചു പോയിട്ട് കാര്യമില്ല അധ്യാപകർ. അപ്പോൾ അത് ഇപ്പോൾ ഇന്ന് ഡാറ്റ എവിടെ നിന്നും കിട്ടും. ഇൻ്റർനെറ്റ്, ChatGPT-യും ടെക്നോളജിയുടെ ലോകത്താണ് നമ്മളിപ്പോൾ. ഒരു ഡാറ്റ എടുക്കാൻ കുട്ടികൾക്ക് നിമിഷ സമയം മതി. അവരൊരു ഫോക്കസ്, ഒരു ഡയറക്ഷൻ നമുക്ക് ബിൽഡ് ചെയ്ത് കൊടുക്കാനും നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അവർ തന്നെയാണ് മികച്ച അധ്യാപകർ. തിങ്കിങ് പാറ്റേൺ മാറി. ആബ്സല്യൂട്ട്ലി. ഒരു മനുഷ്യന് ഒരു ഫോക്കസ് മാറ്റിയാണ് അതൊരു ഒരു 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 ആളുടെ നേച്ചർ സാറ് ഞാൻ പോലും അറിയാതെ മാറ്റിയെടുത്തു. അതെ, ആർക്കും വേണ്ട ഒരു സാധനമാണ് നമ്മൾ ചെയ്യുന്ന ഒരു വർക്കിനുള്ള അപ്രീസിയേഷൻ, അക്നോളജ് ചെയ്യുക എന്നുള്ളതാണ്. യെസ്. ഉമ്മ എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ മുഖത്തേക്കൊക്കെ ഒന്ന് ചിരിച്ചു. നിനക്കാ ഉള്ള ഭാഗത്തിൽ നീ പോയിട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററിൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞു. അന്നാരായിരുന്നു എഡ്യൂക്കേഷൻ മിനിസ്റ്റർ? ജീവിച്ച് വളർന്ന് ജീവിതത്തിൽ വിജയം നേടിയിട്ടുള്ള ആളുകളുടെ കഥകളാണ്. മോട്ടിവേഷൻ. വാവ്. അപ്പോൾ അത് നിങ്ങൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്? ഇന്നും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തമായിട്ടുള്ള മേഖലയിൽ ഇന്നും ഞാൻ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ആദ്യത്തെ ഗുരു എന്ന് പറയുന്നത് ഉമ്മയാണ്. വാപ്പ ഒരു ഫ്രണ്ട് ആവേണ്ട ഒരു പ്രായമാണ്. പല വാപ്പമാർക്ക് അത് പറ്റാറില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർ പറയും, ആയിക്ക ക്ലാസ് മാറ്റിയില്ല, വലിയ ക്ലാസ് ആക്കിയല്ലേ എന്ന് പറയും. ഇതുണ്ടല്ലോ നമുക്കുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞ വാപ്പ. അതാണ് നമുക്ക് കിട്ടുന്ന പ്രാർത്ഥന. ആ ഒരു മെസ്സേജ് സെമീക്കിൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതുകൊണ്ട് പാരൻസിനും ഒരു കോച്ചിങ് പ്രോഗ്രാം, ഒരു വർഷത്തെ ഒരു കോച്ചിങ് പ്രോഗ്രാം എന്തുകൊണ്ട് കൊടുത്തുകൂടാ എന്നതിനെ പറ്റിയും നമ്മളിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതൊരു കോഴ്സ് പോലെ. കുട്ടികളാൽ അധ്യാപകർ മോട്ടിവേറ്റ് ആകുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ഓഫ് കോഴ്സ്. നിങ്ങളൊരു ഉരുക്കു മനുഷ്യനാണ്. ആ കഥ കേൾക്കാൻ നിങ്ങൾക്ക് ഭയങ്കര താല്പര്യമുണ്ട്. പിനാക്കിൾ സ്റ്റോറീസിലേക്ക് സ്വാഗതം. 23 വർഷത്തെ ദുബായ് ജീവിതം. അപ്പോൾ ഒരുപാട് കഥ പറയാനുണ്ടാവും. തീർച്ചയായിട്ടും. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സമീഖ്. സമീഖിനെ കുറിച്ച് പറയുമ്പോൾ മികച്ചൊരു അധ്യാപകൻ, മോറൽ എഡ്യൂക്കേഷൻ സ്കൂൾ പ്രിൻസിപ്പൽ, വെൽത്ത് കോച്ച്, ട്രയത്തലോണിസ്റ്റ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഹോൾഡർ ആൻഡ് അയൺമാൻ ടൈറ്റിൽ ഹോൾഡർ, അതിലുപരി മികച്ചൊരു ഓൺട്രപ്രണറും കൂടിയാണ്. സമീഖ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. എനിക്ക് നിങ്ങളുടെ പ്രൊഫൈൽ കണ്ടപ്പോൾ കൂടുതൽ ചോദിക്കാൻ തോന്നുന്നത് നിങ്ങളുടെ അധ്യാപക ജീവിതത്തെക്കുറിച്ചിട്ടാണ്. ഒരു മികച്ച അധ്യാപകൻ എങ്ങനെയുള്ള ഒരാളായിരിക്കണം? താങ്ക് യു ബഷീർ. സത്യത്തിൽ ഒരു മികച്ച അധ്യാപകൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് ഓരോ അധ്യാപകരും അവരവരോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്. പല അധ്യാപകരുടെയും ഗുണവും ദോഷവും, പിന്നെ അതല്ലെങ്കിൽ പല അധ്യാപകരുടെയും ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അവർ കുട്ടികളായിട്ട് ഇടപെടാറുണ്ടെന്നുള്ളതാണ്. എന്നാൽ ബഹുഭൂരിപക്ഷം വരുന്ന അധ്യാപകർക്കും അങ്ങനെ കുട്ടികളായിട്ടൊരു ഇടപെടൽ നടക്കാൻ സാധിക്കാറില്ല എന്നുള്ളതാണ്. കാരണം അവർക്ക് കിട്ടുന്ന ഒരു ഹാഫ് ആൻ അവർ പീരീഡ് അല്ലെങ്കിൽ 45 മിനിറ്റ്സ് പീരീഡ് അവർ കുട്ടികളായിട്ട് വരുന്നു, സംസാരിക്കുന്നു, പിന്നെ എന്തെങ്കിലും വിഷയം ആ സബ്ജക്റ്റ് പഠിപ്പിക്കുന്നു, പോകുന്നു. അവരെ ജോലി തീർക്കുന്നു, പോകുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് കുട്ടികളായിട്ടൊരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരു മികച്ച അധ്യാപകൻ എങ്ങനെ ആവണമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊക്കെ ആലോചിച്ചാൽ മതി. നമ്മുടെ ചെറുപ്പത്തിൽ നമ്മളൊക്കെ ആരാണ് മികച്ച അധ്യാപകൻ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് തോന്നുന്നത് ഏതെങ്കിലും ടീച്ചർ നമ്മളോടൊന്ന് പേഴ്സണലി എന്തെങ്കിലും ചോദിക്കുന്ന, നമ്മുടെ ഏതെങ്കിലും കാര്യത്തിൽ ഇടപെടുന്ന, നമ്മൾ വിളിച്ചിട്ടൊന്ന് സംസാരിക്കുന്ന, നമ്മളായിട്ടൊരു അടുപ്പമുള്ളൊരു ടീച്ചറല്ലേ നമുക്കിഷ്ടം. അതെ, അതേപോലെ തന്നെ അത് ഇന്നും ഉണ്ട്, എല്ലാ കാലത്തും ഉണ്ട്, അതിലൊരു മാറ്റമില്ല. അപ്പോൾ ഒരു നല്ലൊരു അധ്യാപകൻ എപ്പോഴും എങ്ങനെയായിരിക്കണം എന്ന് വെച്ചാൽ, ഞാൻ ഈ അടുത്തിടെ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഈ പറഞ്ഞ വീക്കെൻഡ് സ്കൂളിൽ, അതൊരു മോറൽ എഡ്യൂക്കേഷൻ സ്കൂളാണ്. അപ്പോൾ ഞാൻ അവർക്കൊരു പീരീഡ് പബ്ലിക് സ്പീക്കിംഗ് പീരീഡ് ഉണ്ട്. ഓക്കെ. അപ്പോൾ അതിലൊരു ദിവസത്തെ സബ്ജക്റ്റ് ഞാൻ കൊടുത്തത്
പിന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് മികച്ച ഏതെങ്കിലും അധ്യാപകനായിട്ടുള്ള മികച്ച ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യുക, അവരുടെ ലൈഫിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു സംഭവം കൊടുക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരാഴ്ച സമയം കൊടുത്തു, പ്രിപ്പയർ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അതിൽ ഒരു 4-5 കുട്ടികൾക്കാണ് അത് പ്രിപ്പയർ ചെയ്തിട്ട് വരാൻ പറ്റിയിട്ടുള്ളൂ എന്നുള്ളതാണ്. ബാക്കിയുള്ള കുട്ടികൾ എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, സർ നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല, അങ്ങനെ നമ്മളൊരു സ്വാധീനം ചെലുത്തിയ, നമ്മളൊരു ഇൻഫ്ലുവൻസ് ചെലുത്തിയ ഒരു അധ്യാപകന് കുറേ ആലോചിച്ച് നോക്കിയിട്ടും സ്കൂൾ തുടങ്ങി ഇവിടെ ഇപ്പോൾ അവർ ഈ സ്കൂളിലൊക്കെ ഇപ്പോൾ 11-12 പഠിക്കുന്ന കുട്ടികളാണ്, മുതിർന്ന കുട്ടികളാണ്, ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളാണ്. ഓക്കെ. അപ്പോൾ അത്തരത്തിൽ എത്തിയിട്ടുള്ള ഒരു കുട്ടികൾക്ക് ഉൾപ്പെടെ ഒരു എക്സ്പീരിയൻസ് ഒരു അധ്യാപകന് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ കുറേ സബ്ജക്റ്റുകൾ പഠിപ്പിച്ചു പോയിട്ട് കാര്യമില്ല അധ്യാപകർ. അപ്പോൾ അത് ഇപ്പോൾ ഇന്ന് ഡാറ്റ എവിടെ നിന്നും കിട്ടും, ഇൻ്റർനെറ്റ്, ChatGPT ടെക്നോളജിയുടെ ലോകത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒരു ഡാറ്റ എടുക്കാൻ കുട്ടികൾക്ക് നിമിഷ സമയം മതി. ഓക്കെ. പക്ഷേ അധ്യാപകരുടെ ഇടപെടൽ അവരായിട്ടുള്ളൊരു 5 മിനിറ്റെങ്കിലും കുട്ടികളായിട്ട് മാസത്തിലൊരിക്കലെങ്കിലും 5 മിനിറ്റ് അവരായിട്ട് പേഴ്സണലി സംസാരിക്കാനും ഇടപെടാനും അവരിലൊരു സ്വാധീനം ഉണ്ടാക്കാനും അവരൊരു നേച്ചറിലൊരു മാറ്റം ഉണ്ടാക്കാനും അവരൊരു ഫോക്കസ്, ഒരു ഡയറക്ഷൻ നമുക്ക് ബിൽഡ് ചെയ്ത് കൊടുക്കാനും നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അവർ തന്നെയാണ് മികച്ച അധ്യാപകർ. അത് തന്നെയാണ് നമ്മുടെയും ഒരു എക്സ്പീരിയൻസ്. ഒരു പേഴ്സണൽ അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളത് വലിയൊരു സ്വാധീനം കുട്ടികളിൽ ഉണ്ടാകും. തീർച്ചയായിട്ടും. കാരണം കുട്ടികൾ പല കൈൻഡ് ഓഫ് കുട്ടികളാണ്, പല നോളജ് ഉള്ളവരാണ്, പല സ്കില്ലുള്ളവരാണ്, അതുപോലെ തന്നെ പല കുടുംബത്തിൽ നിന്ന് വരുന്നവരാണ്, പല പാരൻസ് ഗൈഡ് ചെയ്ത് വന്നവരാണ്. പക്ഷേ എല്ലാ കുട്ടികളിലും ഒരു നല്ലൊരു അധ്യാപകനിൽ തീർച്ചയായിട്ടും സ്വാധീനം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ സിസ്റ്ററൊക്കെ പഠിച്ചാൽ നമുക്ക് അങ്ങനെ തന്നെ, നമ്മൾ ഓരോരുത്തരും നമ്മൾ ചിലപ്പോൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഏറ്റവും ഫേവറേറ്റ് 1, 2, 3 അധ്യാപകരുണ്ടാവും. ആ അധ്യാപകരെ നിങ്ങൾ ആലോചിച്ചാൽ അധ്യാപകരുടെ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും. അതെന്തുകൊണ്ടാണ്? ആ അധ്യാപകരോട് ഇഷ്ടമുണ്ടായതുകൊണ്ടാണ്. അപ്പോൾ ഇത് ശരിക്കും ഒരു മികച്ച അധ്യാപനം ചെന്നെങ്കിൽ കുട്ടികളായിട്ടൊരു പേഴ്സണൽ ബന്ധം ബിൽഡ് ചെയ്യുന്ന ബോണ്ടിങ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ കേസിൽ 2 കുട്ടികളാണ്, 2 കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് ഉള്ളൂ 20 കുട്ടികളിൽ. ഓക്കെ. അതും സ്കൂളിലെ ടീച്ചേഴ്സല്ല, അതും അവരുടെ ട്യൂഷൻ ടീച്ചേഴ്സാണ്. അപ്പോൾ അതൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ആ ടീച്ചേഴ്സ് അവരുടെ വീക്കായിട്ടുള്ള സബ്ജക്റ്റിനെ അവരെ ഗൈഡ് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അവരായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് അവരെ ബിൽഡ് ചെയ്ത് വന്നപ്പോൾ അവർക്ക് ആ ടീച്ചേഴ്സായിട്ട് ഒരു ബോണ്ടിങ് വന്നു എന്നുള്ളത്. മറ്റ് സബ്ജക്റ്റിലും കൂടി അവർക്ക് ഇൻട്രസ്റ്റ് വരാനും കൂടുതൽ പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ. അപ്പോൾ അധ്യാപനം എപ്പോഴും കുട്ടികളായിട്ടൊരു നല്ലൊരു പേഴ്സണൽ ബോണ്ടിങ് ഉള്ളവരായിരിക്കണം. അങ്ങനെയുള്ളവരെ ഈ അധ്യാപക പണിക്ക് പോകാൻ പാടുള്ളൂ എന്നും കൂടി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ സെമിക്ക് പറഞ്ഞു നിങ്ങൾക്കും അധ്യാപകരുടെ കോൺട്രിബ്യൂഷൻ പറഞ്ഞപ്പോൾ സെമീക്കിൻ്റെതായ ഒരു അനുഭവം പറയാനുണ്ടാവും. ഈ സ്റ്റോറീസ് നമുക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. അല്ല, തീർച്ചയായിട്ടും. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അധ്യാപനം, ഇപ്പം ഞാനിപ്പോൾ ഒരു ടെക്നിക്കൽ പേഴ്സണാണ്, എൻ്റെ പ്രൊഫൈൽ തന്നെ വേറെയാണ്, പല മേഖലകളും ഉണ്ട്. പക്ഷേ അറ്റ് ദി സെയിം ടൈം തന്നെ ഞാൻ അധ്യാപനം ഒരു സൈഡിൽ കൂടി ഞാൻ കൊണ്ടുപോകുന്നത് അതെനിക്ക് ഭയങ്കര ഒരു പാഷനായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് മെയിൻ കാരണം നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് തന്ന് നമ്മളെയൊക്കെ ട്രാൻസ്ഫോം ചെയ്തെടുത്തത് അധ്യാപകരാണ്. പ്രത്യേകിച്ച് എനിക്ക് ഇത് പറയുമ്പോൾ 2 അധ്യാപകർ ഓർമ്മ വരും. ആദ്യത്തെ ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് എൻ്റെ ഞാൻ സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവിടെ ഒരു നാട്ടിലെ നമ്മളൊരു നാട്ടും പ്രദേശത്തെ തനി ഗ്രാമമാണ്. ഓക്കെ. അപ്പോൾ അവിടെ ഒരു 5ാം ക്ലാസ് വരെയുള്ള ഒരു സ്കൂളുള്ളൂ, ഒരു ഗവൺമെൻറ് സ്കൂള്. അപ്പോൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പൊതുവേ ആ സമയത്ത് ഭയങ്കര എനിക്ക് തന്നെ ഐ തിങ്ക് ഒരു നമുക്കൊരു ലേണിംഗ് ഡിസബിലിറ്റി ഒക്കെ ഉള്ള കുട്ടി തന്നെയായിരുന്നു. എനിക്ക് വായിച്ചാൽ തലയിൽ കയറില്ല, വായിക്കാൻ അറിയില്ല. ഈവൻ 4ലൊക്കെ പഠിക്കുന്ന സമയത്ത് ഉൾപ്പെടെ എനിക്ക് മലയാളം മര്യാദക്ക് വായിക്കാൻ അറിയാത്തൊരു സമയം ഉണ്ടാകും. അപ്പോൾ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ഏതെങ്കിലും ദിവസം, എല്ലാ ദിവസവും ഞാൻ സ്കൂൾ വിട്ടിട്ട് വരുമ്പോൾ ഏതെങ്കിലും ഒരു പാരൻറ്റും അതിൻ്റെ ഒരു കുട്ടിയും അവിടെ നിൽക്കുന്നുണ്ടാവും. കാരണം എന്താണ്? ആ കുട്ടീനെ ഞാൻ തല്ലിയിട്ടുണ്ടാവും, അടിച്ചിട്ടുണ്ടാവും, ബാറ്റ് കൊണ്ട് ഇടിച്ചിട്ടുണ്ടാവും, കോമ്പസ് വെച്ച് കുത്തിയിട്ടുണ്ടാവും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും. പ്രശ്നം തീർക്കലാണ് ഉമ്മാൻ്റെ പണി. അപ്പോൾ അറ്റൻഷൻ ഗ്യാദർ ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യണേ. കാരണം നമുക്ക് പ്രത്യേകിച്ച് പഠിക്കാനുള്ള കഴിവില്ല, നമുക്കൊന്നും ചെയ്യാനുള്ള കഴിവില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, നമ്മളെന്ത് ചെയ്യും, ഒരു കുട്ടിയെന്ന നിലയ്ക്ക് നമ്മൾ അറ്റൻഷൻ ഗ്യാദർ ചെയ്യാൻ വേണ്ടി ഈ പണിക്ക് പോകും. ഓക്കെ. അപ്പോൾ ഇതൊരു സ്ഥിരം ശീലമാണ്. പഠിക്കാനാണെങ്കിൽ ഉമ്മ ഒരുപാട് പ്രാവശ്യം ശ്രമിച്ച് നോക്കിയിട്ട് പഠിപ്പിക്കാൻ നോക്കിയിട്ട് പഠിത്തം നടന്നിട്ടില്ല. ഏതൊരവസ്ഥ ഞാൻ എപ്പോഴും ഓർക്കുന്നു, 2ലും 3ലൊക്കെ പഠിക്കുമ്പോൾ ഉമ്മ വല്ല ചാമ്പക്കയും പേരക്കയൊക്കെ പറിച്ച് തന്നു വിടും. എന്നിട്ട് പറയും, എടാ പഠിക്കുന്ന ഏതിനും കുട്ടികൾക്ക് കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാവിടാന്ന് പറയും. കാരണം ഈവൻ മലയാളം ഞാനൊന്നും ചെറുപ്പത്തിലും പൂമ്പാറ്റൊന്നും വായിച്ചിട്ടില്ല. അപ്പം ആ ലെവലിൽ ബാലരമയും പൂമ്പാറ്റൊന്നും വായിക്കാതെ വളർന്നതാണ്. കാരണം മലയാളം അറിയില്ല. അങ്ങനെ വളർന്നു വന്ന സമയത്ത് ഒരിക്കലും എനിക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കുട്ടികളുടെ അറ്റൻഷൻ ഗ്യാദർ ചെയ്യാൻ വേണ്ടി വെറുതെ സ്കൂളിൻ്റെ വാതിലൊന്ന് ചവിട്ടി. അപ്പോൾ സ്കൂൾ തുറന്നിട്ടുണ്ടാകുന്നില്ല, കുട്ടികളൊക്കെ വന്നിട്ടുണ്ടാകും.
ചവിട്ടി മാറി ഈ വാതിൽ അങ്ങോട്ട് ഉള്ളിലേക്കാണ് പോയി. അപ്പോൾ 4ാം ക്ലാസ് 5ാം ക്ലാസ്സിലേക്ക് ഉണ്ടയാണ്. ഈ വാതിലാണ് ഉള്ളിലേക്ക് പോയിട്ട് പിന്നെ സാറ് വന്ന് പിടിച്ചിട്ട് സാറ് പറഞ്ഞു പോലീസിനെ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. പോലീസ് എനിക്ക് അന്നേ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞ്. പക്ഷേ പിന്നീട് ആ സാറ് അബ്ദുറഹ്മാൻ സാർ എന്നാണ് ആ സാറിൻ്റെ പേര്. ആ സാറ് പിന്നീട് എന്നെ ക്ലാസ്സിൽ ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ തുടങ്ങി. സാറിന് മനസ്സിലായി എന്താണ് എൻ്റെ പ്രശ്നം എന്ന് മനസ്സിലായി. ഞാൻ ശരിക്കും കുട്ടികളുടെ ഇടയിൽ പ്രത്യേകിച്ച് പ്രാപ്തിയും കഴിവൊന്നും ഇല്ലാത്തതുകൊണ്ട് അറ്റൻഷൻ ഗ്യാദർ ചെയ്യാൻ വേണ്ടി നെഗറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് സാറിന് മനസ്സിലായി. സാർ എന്താ ചെയ്തതെന്ന് അറിയാമോ? സാറ് എന്നെ ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ തുടങ്ങി. ഇപ്പോൾ ലൈക്ക് ഒരു പിന്നെ എന്താ പറയുക മാർക്കർ പോയിട്ട് എടുക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും സാധനം ഓഫീസ് റൂമിൽ പോയി വാങ്ങാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്ലാസ്സിൽ കുട്ടികൾ വർത്തമാനം പറയുന്നവരെ പേര് എഴുതാൻ വേണ്ടി, അങ്ങനെ പല കാര്യങ്ങളും എന്നെ ഏൽപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് സാറിനോട് ഒരു അടുപ്പവും ഒരു ഇഷ്ടമൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് സാറ് യൂത്ത് ഫെസ്റ്റിവൽ പിന്നെ സ്കൂളിൽ ഇങ്ങനെ മത്സരം നടക്കുന്ന സമയത്ത് എന്നോട് മോണാക്റ്റിൽ പങ്കെടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മോണാക്റ്റൊക്കെ പ്രാക്ടീസ് ചെയ്ത് മോണാക്റ്റിൽ പങ്കെടുത്തു. അങ്ങനെ സ്കൂളിൽ എനിക്ക് 1ാം സ്ഥാനം കിട്ടി. അങ്ങനെ ഉപജില്ലാ കലോത്സവം കൊണ്ട് അവിടെ എനിക്ക് 1ാം സ്ഥാനം കിട്ടി. പിന്നെ സാറ് എന്തൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ ഏത് പരിപാടിയിലും സ്കൂളിൽ എൻ്റെ ഒരു മോണാക്റ്റ് വെക്കും. അങ്ങനെ എന്തായി, എനിക്ക് അതിലൊരു അറ്റൻഷൻ കിട്ടിയപ്പോൾ ഞാൻ അതിൽ ഷൈൻ ചെയ്യാൻ തുടങ്ങി. നിങ്ങളെ തിങ്കിങ് പാറ്റേൺ മാറി. ആബ്സല്യൂട്ട്ലി. ഒരു മനുഷ്യന് ഒരു ഫോക്കസ് മാറ്റിയാണ് അതൊരു ഒരു 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 ആളുടെ നേച്ചർ ആ സാറ് ഞാൻ പോലും അറിയാതെ മാറ്റിയെടുത്തു. പിന്നീട് എന്താണ്, ഞാൻ എൻ്റെ അറ്റൻഷൻ ഗ്യാതറിങ് നെഗറ്റീവ് എനർജിയിൽ അറ്റൻഷൻ ഗ്യാദർ ചെയ്താൽ ഞാൻ പോസിറ്റീവ് എനർജിയിൽ അറ്റൻഷൻ ഗ്യാദർ ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്നും ഈ ഒരു സംഭവം ഇപ്പോഴുള്ള അധ്യാപകർക്കും ഇപ്പോഴുള്ള പാരൻസിനും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെ കുട്ടികളിൽ. ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നൊരു പോയിന്റ് അപ്രീസിയേഷനാണ്. അതായത് പഠിക്കുന്ന കുട്ടികൾ മുതൽ ഇന്ന് കമ്പനി ഭരിക്കുന്ന ജനറൽ മാനേജർ ആയാലും പോലും ആർക്കും വേണ്ട ഒരു സാധനമാണ് നമ്മൾ ചെയ്യുന്നൊരു വർക്കിനുള്ള അപ്രീസിയേഷൻ, അക്നോളജ് ചെയ്യുക എന്നുള്ളതാണ്. യെസ്. അല്ല, അത് ഭയങ്കര സംഭവം. എപ്പോഴും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് തന്നെയാണ്. ഒരു അഭിനന്ദനം കിട്ടുക എന്നുള്ളത്, നമുക്ക് മുഖത്ത് നോക്കിയ ഒരാളോട് അഭിനന്ദിക്കാൻ പറ്റുക എന്നുള്ളത് അതൊക്കെ വലിയ സംഭവമാണ്. അപ്പോൾ ഈ അധ്യാപകൻ്റെ ഈ ഇടപെടൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്വഭാവത്തിനെ 360 ചേഞ്ച് ചെയ്തെന്നുള്ളതാണ്. വേറൊരു എക്സ്പീരിയൻസ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആ ഇൻസിഡൻറ്റ് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അപ്പോൾ ഞാൻ 5ാം ക്ലാസ്സിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം ഗ്രാമപ്രദേശത്ത് കഴിഞ്ഞിട്ട് പിന്നെ ടൗണിലാണ് ഞാൻ 6ാം ക്ലാസ്സിൽ പോയിട്ട് ചേരുന്നത്. ഒരു ദിവസം 6ാം ക്ലാസ് സ്കൂളൊക്കെ തുടങ്ങി ഏതാണ്ട് ജൂണിൽ സ്റ്റാർട്ട് ചെയ്തു. ജൂലൈ, ഓഗസ്റ്റ്, ഒക്ടോബർ ആ സമയമൊക്കെ ആയപ്പോൾ ഞാനൊരു ദിവസം വീട്ടിലേക്ക് കയറി ചെന്നിട്ട് ഉമ്മച്ചീർത്ത് പറഞ്ഞ്, ഉമ്മ എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ മുഖത്തേക്കൊക്കെ ഒന്ന് ചിരിച്ചു, നിനക്കാ ഉള്ള ഭാഗത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ പറഞ്ഞു എന്തോ ഒരു അത്ഭുതം പോലെ ഇവൻ എന്ത് പറ്റി എന്നുള്ളൊരു ഭാഗത്തിൽ എൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ ഉമ്മ പറഞ്ഞ് നടക്കണ കാര്യം വല്ലതും പറയടാന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പഠിക്കണമെന്നല്ല പറഞ്ഞത്, നിങ്ങളെന്ത് പറഞ്ഞിട്ട് കേൾക്കാത്തതെന്ന് വെച്ചു. അപ്പോൾ ഉമ്മ പറഞ്ഞ് നിനക്കത് പറ്റുമോ എന്ന് ചോദിച്ചു. എനിക്ക് പറ്റും. അല്ലെ ഉമ്മാനെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഞാൻ ആ സമയം വരെ 6ാം ക്ലാസ്സിൽ പഠിക്കണവർ മര്യാദക്ക് മലയാളം എനിക്ക് വായിക്കാൻ അറിഞ്ഞൂടാ. ഇംഗ്ലീഷിൽ 4ാം ക്ലാസ്സിലാണ് അന്നൊക്കെ നമ്മൾ മറ്റേ ഇംഗ്ലീഷ് പഠിച്ചു കൊടുക്കുന്നത്. 6ാം ക്ലാസ്സായിട്ട് എനിക്ക് ABCD എഴുതാൻ അറിഞ്ഞൂടാ. പിന്നെ എങ്ങനെയാണ് ഞാൻ വന്നിട്ട് വല്ല ഡയലോഗ് പറയണത് ഉമ്മ ചിന്തിക്കണേ. ഉമ്മ പറഞ്ഞ ഒരു പണി, നീ പോയിട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററിൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞു. അന്നാരായിരുന്നു എഡ്യൂക്കേഷൻ മിനിസ്റ്റർ? അത് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എന്ന് ഉദ്ദേശിച്ചത് മറ്റേ ഉമ്മ ഉദ്ദേശിച്ച എഡ്യൂക്കേഷൻ മിനിസ്റ്റർ മറ്റേ സ്റ്റേറ്റിലെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അല്ല, അങ്ങനെ എൻ്റെ വീട്ടിലെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററാണ്. അത് വല്യമ്മയായിരുന്നു. വല്യമ്മ അന്ന് പണ്ടത്തെ 9ാം ക്ലാസ്സാണ്. അപ്പോൾ വല്യമ്മയാണ് നമ്മുടെ സ്കൂളിൽ ഇന്നത്തെ കളക്ടറാണ്. ഇന്നത്തെ കളക്ടർ. അത് അന്നത്തെ PE മീറ്റിങ്ങുകളിലും പാരൻസ് മീറ്റിങ്ങിലൊക്കെ വരുന്ന വല്യമ്മയാണ്. അപ്പോൾ വല്യമ്മ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വല്യമ്മക്ക് ഈ പഠിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം വല്യമ്മയുടെ ഞാൻ പോയിട്ട് വല്യമ്മ എനിക്ക് പഠിക്കണം. ഞാൻ പറഞ്ഞു എന്ത് പറ്റി പെട്ടെന്നൊരാഗ്രഹം? അതൊന്നും നിങ്ങൾ അറിയണ്ട, എനിക്ക് പഠിക്കണം, എന്നെ ഹെൽപ്പ് ചെയ്യുമല്ലയോ എന്ന് വെച്ച്. ഇങ്ങനെ ഒരു ബോധോദയം ഉണ്ടാകാൻ എന്തെങ്കിലും ഒരു കാരണമുണ്ട്. അതാണ് പറയാം, അതിലേക്ക് വരാം. വലിയ നേരെ കൊണ്ടുപോയിട്ട് ട്യൂഷൻ ടീച്ചറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അടുത്തൊരു ഗീത ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി നല്ല ചേച്ചിയായിരുന്നു, ട്യൂഷൻ ടീച്ചർ. അപ്പോൾ ഗീത ഇവൻ പഠിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്താണെന്ന് അറിഞ്ഞൂടാ, എന്താ പറ്റിയെന്ന് എൻ്റെ അറിഞ്ഞൂടാ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് അവനെ അവിടെ ഇരുന്നോട്ടെ, എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു കൊടുത്തേ കേട്ടോ എന്ന് പറഞ്ഞു. ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഗീത ചേച്ചി എന്നോട് പറഞ്ഞു ഇംഗ്ലീഷിലൊരു പേപ്പർ എടുത്തിട്ടൊന്ന് പിന്നെ ഒരു സബ്ജക്റ്റ് എടുത്ത് വായിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് വായിക്കാനൊന്നും അറിഞ്ഞൂടാ, എനിക്ക് ABCD പോലെ എഴുതാൻ അറിഞ്ഞൂടാ. ബട്ട് ചേച്ചി എനിക്ക് ABCD എഴുതാൻ പഠിപ്പിച്ചു. അങ്ങനെ ഞാൻ 6ാം ക്ലാസ്സിൽ ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുമ്പ് ഞാൻ എന്ത് ചെയ്തു, ABCD എഴുതാൻ പഠിച്ചു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ചേച്ചീനെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി, പഠിത്തം തുടങ്ങി. 7ാം ക്ലാസ്സിലായപ്പോൾ 2 സബ്ജക്റ്റായി, 8ാം ക്ലാസ്സിലായപ്പോൾ 6 സബ്ജക്റ്റ് പഠിച്ചു, 9 തുടങ്ങി 10, 9ൊക്കെ ആയപ്പോൾ ഫുൾ സബ്ജക്റ്റ് പഠിച്ചു. 10ാം ക്ലാസ്സിൽ നല്ല മാർക്കോട് പാസ്സായി. ഇനി ഇതിൻ്റെ പിന്നീടുള്ള കഥ എന്താണെന്നറിയോ? ആ സ്റ്റോറിയാണ് നമുക്ക് വേണ്ടത്.
നമ്മുടെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചറിൻ്റെ പേര് ശാന്ത ടീച്ചറായിരുന്നു. 6ാം ക്ലാസ്സിൽ ഹിന്ദി പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു. ഓക്കെ. ടീച്ചർ പിന്നെ ടീച്ചറിൻ്റെ ഒരു പ്രത്യേകത 45 മിനിറ്റാണ് അന്നത്തെ ഒരു പീരീഡ്. 35 മിനിറ്റ് ഹിന്ദി എടുക്കും. ഓക്കെ. ആ 35 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ആവേശമാണ്. ടീച്ചർ വരുന്ന ഭയങ്കര ആവേശമാണ്. ഹിന്ദി തലയിൽ കയറൂല, പക്ഷെ എന്നാൽ പോലും 35 മിനിറ്റ് കഴിഞ്ഞ ഒരു ആവേശമാണ്. എന്താ സംഭവം എന്നുണ്ടെങ്കിൽ അവസാനത്തെ 10 മിനിറ്റ് ടീച്ചർ ഒരു കഥ പറയും. ആ കഥ എന്ന് പറയുന്നത് ലോകത്ത് സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പ്രയാസം അനുഭവിച്ച് ജീവിച്ച് വളർന്ന് ജീവിതത്തിൽ വിജയം നേടിയിട്ടുള്ള ആളുകളുടെ കഥകളാണ്. മോട്ടിവേഷൻ. അത് ശരിക്കും റിയൽ സ്റ്റോറികൾ പറയാണ്. നമ്മുടെ അടുത്ത് വേറെ ഒന്നും പറയില്ല ടീച്ചർ. കുട്ടികളെ ഞാൻ ഇന്നൊരു കഥ പറയാം എന്ന് പറഞ്ഞിട്ട് എന്നാൽ ബ്രാൻഡിംഗാവാം, അതല്ലെങ്കിൽ വേറൊരാളാവാം, ഹൂവർ, അങ്ങനെ ഈ ഡിഫറെൻറ്റ് മേഖലയിലുള്ള ആളുകളുടെ സ്റ്റോറികൾ ഇങ്ങനെ പറയും. ടീച്ചർ വേറെ ഒന്നും പറയില്ല, ഈ സ്റ്റോറികൾ പറയും, നമ്മൾ ഇങ്ങനെ കേൾക്കും. ടീച്ചർ ഏതാണ്ട് ഒരു 2-3 മാസം കണ്ടിന്യൂ ചെയ്തു. 100ഓളം ദിവസം അത് കണ്ടിന്യൂ ചെയ്തു. ഓക്കെ. കണ്ടിന്യൂ ചെയ്തിട്ട് ടീച്ചർ ഒരു ദിവസം ടീച്ചറിനോട് ചോദിച്ചു, ഇന്ന് ഞാൻ കഥയല്ല പറയാൻ പോകണം, ഇന്ന് നിങ്ങൾക്ക് പിരീഡില്ല, ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്. ഈ കഥകളൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇത് ഭയങ്കര കഥയല്ലേ, ഭയങ്കര ജീവിതത്തിൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടാലൊക്കെ എത്ര ഇതുണ്ടെങ്കിലും നമ്മൾ പിന്നെ ശ്രമിച്ചാൽ നമുക്ക് വിജയിക്കാൻ പറ്റും എന്നല്ലേ ഇതിൽ പറയണേ, അതൊരു സംഭവമല്ലേ ടീച്ചർ എന്നൊക്കെ നമ്മൾ ഓരോരുത്തരും പറയാൻ തുടങ്ങി. ഓക്കെ. ടീച്ചർ യെസ്, ഇതാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ അവസ്ഥ ഇപ്പം എന്താണെന്ന് വെച്ചു. കാരണം ആ സ്കൂൾ എന്ന് പറഞ്ഞാൽ സാധാരണക്കാർ പഠിക്കുന്നൊരു സ്കൂളാണ്. എല്ലാ ചെറിയ കൂലിപ്പണിക്കാരെ മക്കളും എല്ലാവരും പഠിക്കുന്ന ഒരു സാധാരണ സ്കൂളാണത്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ തലമുറയെ മാറ്റാൻ പറ്റും. മനസ്സിലായില്ലേ? ഈ പറയുന്ന ആളുകളൊക്കെ ജീവിതത്തിൽ വിജയിച്ചത് അവർ കഷ്ടപ്പെട്ടതുകൊണ്ടാണ്, അവർ ശ്രമിച്ചത് കൊണ്ടാണ്, അവർ പഠിച്ചത് കൊണ്ടാണ്, ജീവിതത്തിൽ പഠനം എന്നുള്ളത് നിലനിർത്തി കൊണ്ടുപോയത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങളും വിചാരിച്ചാൽ, നിങ്ങളൊന്ന് പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് 360 മാറ്റാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തെ. അന്നെടുത്ത തീരുമാനമാണ് ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് പഠിക്കണം. അബ്സല്യൂട്ട്ലി. അതിന് ടീച്ചർ ഒറ്റ കാര്യം പറഞ്ഞോളൂ, എന്ത്, ഇന്ന് തീരുമാനിക്കണം ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും പഠനം നടത്തില്ല എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്? ഇന്നും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തമായിട്ടുള്ള മേഖലയിൽ ഇന്ന് ഞാൻ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അപ്പോൾ ഈ 100 ദിവസം ടീച്ചർ ചെയ്തുകൊണ്ടിരുന്നത് ബ്രെയിൻ സ്റ്റോമിംഗ് ആണ്? അബ്സല്യൂട്ട്ലി. ഇതെന്താ സംബന്ധിച്ച് ഇതിനൊരു ശരിക്കും ഇപ്പോൾ നമ്മൾ ഈ എൻ്റെ സയൻസൊക്കെ പഠിക്കുന്നത്, ഇതിന് ശരിക്കും സയൻസിൽ നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്നൊരു സംഭവം ഉണ്ടല്ലോ. കോൺഷ്യസ് മൈൻഡുണ്ട്, സബ് കോൺഷ്യസ് മൈൻഡുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് ലൈഫിൽ സക്സസ് ആവാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ കണ്ടതും കേട്ടതും അറിഞ്ഞതുമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുള്ളൂ. അതെ. അപ്പോൾ അത് സബ് കോൺഷ്യസ് മൈൻഡിൽ ഓൾറെഡി ഫീഡഡ് ആണ്. എന്താണ് കണ്ടത്, കേട്ടത്, അറിഞ്ഞത്, പറഞ്ഞത്, കേട്ടതൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ളത്. ഓക്കെ, അതാണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് ഔട്ടായിട്ട് വരുള്ളൂ. ശരിക്കും അതാണ് സംഭവിക്കണേ. ടീച്ചർ എന്താ ചെയ്തതെന്ന് പറയുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്തു. ഓക്കെ. അതിലൂടെ ടീച്ചർ മനസ്സിൻ്റെ ഉള്ളിൽ ഇതൊരു വലിയൊരു ബ്ലഡ്, അതൊരു വലിയൊരു ഇഞ്ചക്ഷൻ, അതായത് ഒരു എനർജിയാണ് പുഷ് ചെയ്യുന്നത്. അതിലൂടെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇത് ആർക്കും പറ്റും, കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ, ബുദ്ധിമുട്ടാൻ തയ്യാറാണെങ്കിൽ, പഠിക്കാൻ തയ്യാറാണെങ്കിൽ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും എന്നുള്ള ഭയങ്കര മെസ്സേജ്. അതിന് സമ്പത്തും പ്രശ്നമല്ല, ആരോഗ്യം പ്രശ്നമല്ല, ജീവിതവും പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല എന്നുള്ളൊരു മെസ്സേജ് ടീച്ചർ തരയായിരുന്നു. അവിടെ നിന്നുണ്ടായ ഒരു ഇൻസ്പിരേഷനാണ് സത്യത്തിൽ ഞാൻ ഉമ്മടുത്ത് പോയിട്ട് എനിക്ക് പഠിക്കണം എന്നുള്ള ഡയലോഗായിട്ട് ഞാൻ ചെല്ലുന്നത്. അതുണ്ടാക്കിയൊരു മാറ്റം. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ 2 സ്റ്റോറികളിൽ ആദ്യത്തെ അധ്യാപകൻ അബ്ദുറഹ്മാൻ സാർ എൻ്റെ സ്വഭാവത്തെ ട്രാൻസ്ഫോം ചെയ്തു. എൻ്റെ അറ്റൻഷൻ ഗ്യാതറിംഗ് എന്നുള്ളത് നെഗറ്റീവ് എനർജിയിൽ നിന്ന് പോസിറ്റീവിലേക്ക് ചെയ്യും. രണ്ടാമത്തെ ടീച്ചർ എനിക്ക് ലൈഫിലൊരു ഫോക്കസ് ഉണ്ടാക്കി തന്നു, ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി തന്നു. അപ്പോൾ അവിടെ നിന്നാണ് പിന്നീട് എൻ്റെ ജീവിതം ഞാൻ ബിൽഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ടീച്ചേഴ്സ് സൈക്കോളജിക്കലി അപ്രോച്ച് ചെയ്യലോടുകൂടി ഒരു തലമുറയെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റും? തീർച്ചയായിട്ടും. ശരിക്കും പറഞ്ഞാൽ ഇന്ന് പിന്നെ നല്ല അധ്യാപകരുടെ ഇടപെടലുകൾ കൊണ്ടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ, ഇന്നിപ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളൊക്കെ എടുത്തു നോക്കുക, അവർക്കൊക്കെ പിന്നിൽ അവരെയൊക്കെ ഫൈൻ ട്യൂൺ ചെയ്തെടുത്തതിൽ ഒരു നല്ലൊരു മെൻറ്റർഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അവരുടെ ഏതെങ്കിലും ഒരു അധ്യാപകരായിരിക്കും തന്നെ. അതുകൊണ്ട് എൻ്റെ കുട്ടികളോട് എപ്പോഴും പറയണം, ഞാൻ അവരോട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു, നിങ്ങളിപ്പോൾ ഇത്രയും നാൾ പഠിപ്പിച്ച അധ്യാപകരുടെ എത്ര അധ്യാപകരായിട്ട് നിങ്ങൾക്ക് പേഴ്സണൽ കോൺടാക്റ്റ് ഉള്ളവരുണ്ടെന്ന് ചോദിച്ചപ്പോൾ 2-3 കുട്ടികൾ പറഞ്ഞു എനിക്കുണ്ടെന്ന് പറഞ്ഞു. ബാക്കിയുള്ളവർക്കൊന്നും ആരായിട്ടൊരു ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു അധ്യാപകനായിട്ട് നിങ്ങൾ എന്നും ജീവിതകാലം മൊത്തം നിങ്ങളുടെ മരണം വരെ നിങ്ങൾ, അല്ലെങ്കിൽ അവരുടെ മരണം വരെ നിങ്ങൾ ആ ബന്ധം ഹോൾഡ് ചെയ്യണം. അതൊരു മെൻറ്റർഷിപ്പാണ്. കാരണം നിങ്ങൾ അൺകണ്ടീഷണലി ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളുടെ അധ്യാപകർ. അപ്പോൾ അവരോട് എപ്പോഴും ആ ബോണ്ടിങ് നിങ്ങൾ എപ്പോഴും നിലനിർത്തുക. അപ്പോൾ പാരൻസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരു അധ്യാപകൻ ഉണ്ടെങ്കിൽ ആ കുട്ടീനെ എപ്പോഴും എൻകറേജ് ചെയ്യണം. ആ അധ്യാപകനായിട്ട് എപ്പോഴും ഒരു ബന്ധം ഇന്നത്തെ കാലത്ത് വിളിക്കുകയോ സംസാരിക്കുകയോ കാണുകയോ ഒക്കെ ചെയ്യണം. അപ്പോൾ അതിലൂടെ
ആ കുട്ടിക്ക് ഒരു മെൻറ്റർഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിൽ വലിയ റോൾ അവർക്ക് ഉണ്ടെന്നുള്ളതാണ്. അധ്യാപകരെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തത് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ആദ്യത്തെ ഗുരു എന്ന് പറയുന്നത് ഉമ്മയാണ്. അപ്പോൾ ഉമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ചിട്ട് അവർ നിങ്ങളുടെ ലൈഫിൽ തന്നൊരു കോൺട്രിബ്യൂഷൻ അത് പറയാതിരിക്കാൻ എന്തായാലും ഈ ഒരു വേദി ഉപയോഗിക്കണം. സത്യത്തിൽ ഉമ്മയും വാപ്പയെ പറ്റി പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അതിന് വേണ്ടി മാത്രം 2-3 എപ്പിസോഡ് മിക്കവാറും വേണ്ടി വരും. എല്ലാവർക്കും ആ ഒരു കഥ പറയാൻ. തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ പോലെ കറക്റ്റാണ്. നമ്മൾക്ക് ജീവിതത്തിൽ ഓരോന്ന് പറഞ്ഞു തരുന്നത്, ചെയ്യിപ്പിക്കുന്നത്, ശരികളും തെറ്റുകളും തിരുത്തി തരുന്നത്, ഇങ്ങനെയാണ് ചെയ്യേണ്ട മോനെന്ന് പറഞ്ഞതൊക്കെ നമ്മുടെ ഉമ്മമാരാണ്. അതെ, ഉമ്മമാർക്ക് വലിയ റോളുണ്ട്. ഇപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ എന്ത് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് വാപ്പ ഇത് ഇപ്പം നമ്മൾ ഓരോന്ന് വിളിപ്പിക്കുന്ന അങ്ങനെയുള്ള ഉമ്മ എന്ന് പറഞ്ഞ് ആദ്യം പഠിപ്പിക്കുന്നത് ഉമ്മ തന്നെയുള്ള. പിന്നെ ഇത് വാപ്പ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ആരാണ്? ഉമ്മയാണ്. മനസ്സിലായില്ല. അപ്പോൾ പറഞ്ഞാൽ അങ്ങനെ ഓരോന്ന് ഇത് എളിയമ്മ, ഇത് കാക്ക എന്നൊക്കെ പഠിപ്പിച്ചാൽ അവിടെ നിന്ന് അധ്യാപകരുടെ റോള് സ്റ്റാർട്ട് ചെയ്യണം. അത് ഉമ്മമാരുടെ. അത് മാത്രമല്ല ഉമ്മമാരുടെ പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ശരിക്കും ഒരു വീട്ടിലെ ഒരു ഭരണകർത്താവാണ്. അവർ ശരിക്കും മക്കളെയും പിതാവിനെയും തമ്മിലുള്ള ഒരു ഇടനിലക്കാരനാണ്. അവരാണ് ശരിക്കും എപ്രകാരം ഈ മക്കൾ ഫൈൻ ട്യൂൺ ആവണമെന്ന് തീരുമാനിക്കപ്പെടുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഉപ്പ എത്ര വലിയ റോളിലാണെങ്കിലും നമ്മൾ ഉപ്പാനെ പോയിട്ട് ഒരു കാര്യം ചോദിച്ചാൽ ഉപ്പ അവർ അത് ഉമ്മാനോട് ചോദിക്കുന്നു പറയും. അബ്സല്യൂട്ട്ലി. അത് മാത്രമല്ല, നമുക്ക് വേണ്ടി ഒരു കാര്യം പറയണമെന്ന് നമ്മൾ ഉമ്മാരുടെ അടുത്ത് പോയി പറയണം, ഉമ്മ പോയിട്ട് ഉപ്പമാരുടെ അടുത്ത് പറയണം. പക്ഷെ അവിടെയും എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് ഒരു ചെറിയ പ്രായത്തിലൊക്കെ ഇത് ഓക്കെയാണ്. പക്ഷേ ഉപ്പമാർക്ക് പൊതുവെ ഈ പിന്നെ ഒരു നല്ല റോള് ചെയ്യുന്നതിൽ പല ഉപ്പമാരും പുറകോട്ടാണ്. അത് വാപ്പമാർ, അത് പിതാക്കന്മാർ. നമ്മൾ പിന്നെ എല്ലാ അച്ഛന്മാരും എല്ലാ വാപ്പന്മാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കുട്ടികൾ ഈ ടീൻസ് എന്ന് പറഞ്ഞ ഈ ഏജിലേക്ക് എത്തുന്ന ഒരു പ്രായമുണ്ട്. 13 വയസ്സ് തുടങ്ങി ഒരു 19 വയസ്സ്. എല്ലാ അതെന്താണ് ടീൻസ് മനസ്സിലായില്ലേ? ടീൻ എല്ലാം 13 മുതൽ 19 വരെ ടീം വരെയുള്ള, സത്യത്തിൽ 18 17 വരെ ഉള്ളൂ ടീന്. പക്ഷെ എന്നാൽ പോലും എല്ലാ ടീനും വരുന്നുണ്ട്. അപ്പോൾ ആ ഏജിൽ ശരിക്കും ഓരോ പാരൻസിനും ആ കുട്ടികൾക്ക്, ആൺകുട്ടി പ്രത്യേകിച്ച്, ഏറ്റവും കൂടുതൽ ബോണ്ടിങ് വേണ്ടത് ഉപ്പയായിട്ടാണ്. വാപ്പയായിട്ടാണ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൂടെ വലിയൊരു മാറ്റം അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം പലർക്കും പല രക്ഷിതാക്കൾക്കും ഞാൻ എപ്പോഴും കുട്ടികളോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് നോക്കി ഇപ്പോഴും ഉമ്മ തന്നെയാണെന്ന് പറയാറ്. ഉമ്മ നല്ല തന്നെയാണ്, ഉമ്മാനോട് അടുപ്പമൊക്കെ വേണം. അതുതന്നെയാണ് ആദ്യം പ്രിഫറൻസ്. ഉമ്മയോട് കുറെ കൂടി ഈസിയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ. പക്ഷേ ഞാൻ പറയാം, വാപ്പാമാരുടെ ഇടപെടലാണ് ആ കുട്ടികൾക്ക് ഒരു കൃത്യമായ ഗൈഡ്ലൈൻസ് കൊടുക്കുകയുള്ളൂ. കാരണം ഈ പ്രായത്തിൽ പൊതുവേ സുഹൃത്തുക്കൾ സ്വാധീനിക്കുന്ന ഒരു പ്രായമാണ്. അതെ, സുഹൃത്തുക്കളെക്കാൾ കൊണ്ട് സ്വാധീനിക്കപ്പെടുന്ന ഒരു പ്രായമാണ്. ഈ പ്രായത്തിൽ ശരിക്കും വാപ്പ ഒരു റോൾ മോഡൽ ആവേണ്ട ഒരു പ്രായമാണ്. വാപ്പ ഒരു ഫ്രണ്ട് ആവേണ്ട ഒരു പ്രായമാണ്. പല വാപ്പമാർക്ക് അത് പറ്റാറില്ല എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, വാപ്പമാർ നല്ലൊരു മോറൽ സൈഡ് തരുന്നവരുണ്ട്. എൻ്റെ വാപ്പയെ ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് കാര്യങ്ങൾ ഞാനിങ്ങനെ കുട്ടികളോട് പറയുന്നു. എൻ്റെ വാപ്പ വളരെ സാധുവായിട്ടുള്ള മനുഷ്യനായിരുന്നു, സിമ്പിളായിരുന്നു. മക്കൾ എന്ന നിലക്ക് നമ്മളൊന്നും, എൻ്റെ അറിവിൽ എന്നെ അതായത് എനിക്കൊരു പ്രയാസമാവുന്ന രീതിയിൽ എന്നെ ഉപദേശിച്ചായിട്ട് ഞാൻ ഓർക്കുന്നില്ല. എനിക്ക് പ്രയാസമാവുന്ന രീതിയിൽ എന്നെ വഴക്ക് പറഞ്ഞിട്ടില്ല, എന്നെ തല്ലിയിട്ടില്ല. അങ്ങനത്തെ ഒരു പ്രത്യേക വാപ്പയാണ്. അത് മാത്രം വാപ്പ എന്നെ മാത്രമല്ല, വാപ്പ ഒരു നിഷ്കളങ്കനും ഒരു എന്താ പറയുക, എല്ലാവരോടും സാധുവായിട്ടൊരു മനുഷ്യനായിരുന്നു. ആരോടൊരു ദേഷ്യമില്ല വാപ്പാക്ക്, ആരോടൊരു പ്രയാസമില്ല. അങ്ങനത്തെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് പേഴ്സണാലിറ്റി ആയിരുന്നു. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ഞാനൊരിക്കലും വാപ്പയായിട്ട് പിന്നെ എനിക്കൊരിക്കൽ ചെരുപ്പ് മേടിക്കാൻ വേണ്ടി വാപ്പാക്ക് ടൗണിൽ ചെറിയൊരു കടയാണ്, പെട്ടിക്കട പോലത്തെ ഒരു കടയാണ്. അപ്പോൾ അവിടെ സർബത്ത്, സ്റ്റാമ്പ്, മിഠായി, അങ്ങനെ ചെറിയ കട, ജീവിച്ചു പോകാനുള്ള വകയുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ, ചെരുപ്പ് വാങ്ങാൻ ഒരുക്കി വന്നപ്പോൾ ഉമ്മ പറഞ്ഞ കടയിലേക്ക്, ഉപ്പച്ചിയുടെ കടയിലേക്ക് ഇല്ലെന്ന് പറഞ്ഞ് അങ്ങനെ ഉപ്പച്ചിയുടെ കടയിലേക്ക് ചെന്നു. അങ്ങനെ കട പൂട്ടി ഞാൻ ഉപ്പച്ചി ഇങ്ങനെ പോയി എനിക്ക് ചെരുപ്പ് മേടിച്ചു തന്നു. എന്നിട്ട് ഉപ്പച്ചി പറഞ്ഞാൽ നമുക്ക് ഒരു സർബത്തിൻ്റെ ഗ്ലാസ് ഒന്ന് മേടിക്കണം, ഒരു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ എന്നെ കൊണ്ടുപോയി. അതായത് വാപ്പ എല്ലാ 6 മാസം കൂടുമ്പോൾ വാപ്പ കൊടുക്കുന്ന സർബത്ത് കൊടുക്കുന്ന ഗ്ലാസ് ചേഞ്ച് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു കടയിൽ കയറി വാപ്പ ഒരു നല്ലൊരു ഗ്ലാസ്, ഇച്ചിരി വലിപ്പമുള്ള ഗ്ലാസ്. അപ്പോൾ വാപ്പ എൻ്റെ അടുത്ത് വെച്ച്, ഈ ഗ്ലാസ് എടുക്കല്ലേ മോനെ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, ആ ഉപ്പച്ചി നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പിഞ്ചു മനസ്സാണല്ലോ, ഞാൻ 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലുള്ള മനസ്സാണ്, ആ പ്രായമാണ്. അപ്പോൾ ഞാൻ ഉപ്പച്ചി അടുത്ത് ചവിട്ടി പോയി, അല്ല ഉപ്പച്ചി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഈ ഗ്ലാസ് വെച്ച് വലുതല്ലേ, അപ്പോൾ ഇതിലാകുമ്പോൾ നമുക്ക് ഒരുപാട് സർബത്ത് കൊടുക്കേണ്ടി വരില്ല, നമുക്ക് നഷ്ടമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മുഖത്തേക്കൊക്കെ ഒന്ന് ചിരിച്ചു.
അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞതിലെന്തോ അബദ്ധമുണ്ടാവും. അപ്പോൾ ചിരിച്ച് അല്ല, ചീത്ത തല്ലുന്നല്ല പറഞ്ഞത്, വഴക്കല്ല പറഞ്ഞത്, ചിരിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞതിലെന്തോ അബദ്ധമുണ്ടെന്ന്. ഒരു ചിരി ഉണ്ടാക്കിയൊരു മെസ്സേജാണേ. അതിനിട്ട് ഇച്ചിരി കഴിഞ്ഞിട്ട് വാപ്പ വേറെ ഓപ്ഷനൊക്കെ നോക്കിയിട്ട് പറഞ്ഞു ഇത് നല്ലതാണ് എന്ന്, ഇത് എടുക്കുക, സെമി ഇത് എടുക്കില്ലെന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കുകയാണ്, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്നോട് അഭിപ്രായം ചോദിക്കുകയാണ്. ഒപ്പിച്ച് എടുക്കുക എന്ന് പറഞ്ഞു, എടുത്തു. അപ്പോൾ എന്നെയും കൂടി ഒന്ന് കൺസിഡർ ചെയ്യേണ്ട ഒരു രീതിയാണ് പറഞ്ഞത്. അങ്ങനെ പോണ വയ്ക്ക് ഒപ്പിച്ച് ഇങ്ങനെ പോണ വയ്ക്ക് എൻ്റെ കൈ പിടിച്ചിങ്ങനെ നടന്നു പോകുമ്പോൾ ഒപ്പിച്ച് എന്നോട് പറഞ്ഞേ, നമ്മുടെ കടയിലെ ആളുകൾ വെള്ളം കുടിക്കാൻ വരുന്നത്, സർബത്ത് മേടിച്ച് കുടിക്കാൻ വരുന്നത് സാധാരണക്കാരാണ്. അതായത് വെയിലത്ത് വലിഞ്ഞ് ബുദ്ധിമുട്ടി ദാഹിച്ചിട്ട് വരുന്നവരാണ്. അപ്പോൾ അവർക്ക് ഒരു ഇച്ചിരി വെള്ളം അധികം കൊടുത്തെന്ന് വെച്ച് നമുക്കൊരു നഷ്ടം ഉണ്ടാവില്ല. അത് മാത്രമല്ല, അത് കഴിഞ്ഞ ശേഷം അത് കുടിച്ചതിന് ശേഷം അവർ പറയും അൽഹംദുലില്ലാ എന്ന് പറയും. അല്ലെങ്കിൽ അവർ പറയും ആയിക്ക ഗ്ലാസ് മാറ്റിയില്ല, വലിയ ഗ്ലാസ്സാക്കിയല്ലേ എന്ന് പറയും. ഇതുണ്ടല്ലോ നമുക്കുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് നമുക്ക് കിട്ടുന്ന പ്രാർത്ഥന. ആ ഒരു മെസ്സേജ് സെമീക്കിൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഒരു ക്വാളിറ്റി ചേഞ്ച് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു വിഷയത്തെ ഒരു വാല്യൂ ആഡഡ് ആക്കുക, ഒരു വിഷയത്തെ എങ്ങനെ പാരൻസ് മക്കളിലേക്ക് ആ മെസ്സേജ് പാസ് ചെയ്യുന്നുള്ള ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ്. വേറൊരു ഇൻസിഡൻ്റ് ഉണ്ട്. ഞാൻ ടീനേജ് നേരത്തെ പറഞ്ഞ ഈ ഏജിലേക്ക് എത്തി. ടീനേജ് പ്രായത്തിൽ കഴിയുമ്പോൾ, പ്രത്യേകിച്ച് ഒരു 16-17 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ഈ കൂട്ടുകാരൊപ്പം വർത്തമാനം പറഞ്ഞ് നിൽക്കൽ ഭയങ്കര കൂടുതലാണ്. പ്രത്യേകിച്ച് വൈകുന്നേരം ആകുമ്പോൾ, സന്ധ്യ ആകുമ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം. അത് നമുക്ക് ഇച്ചിരി ആകാൻ കൂടുതലാണ്. അതായത് പകൽ സമയത്ത് വർത്തമാനം പറഞ്ഞാലും തീരൂല, സന്ധ്യ ആയാലും നമുക്ക് പിന്നെ വീണ്ടും ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം. എന്നിട്ട് 10 മണിയാകുമ്പോൾ വീട്ടിലേക്ക് കയറുന്ന സ്വഭാവമുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ വൈകിട്ട് ഫ്രണ്ട്സ് പറഞ്ഞിട്ട് നമുക്ക് വൈകിട്ട് 6 മണിക്ക് പാർക്കിൽ കൂടാം എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞു. ഞാൻ ഉമ്മച്ചിയുടെ പറഞ്ഞു, ഉമ്മച്ചി ഇങ്ങനെ പോകുന്നുണ്ട്, പാർക്കിൽ പോകണം, അപ്പോൾ എല്ലാവരും കൂടാന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്ക് പോകണോട്ടോ, എനിക്ക് ഞാൻ പോയിക്കോട്ടെ എന്ന് വെച്ച്. എനിക്കറിയില്ല, ഉപ്പച്ചിയുടെ ചോദിക്കട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉപ്പച്ചിയെടുത്തിട്ട് പോയിട്ട് പറഞ്ഞു, ഉപ്പച്ചി ഞാനിങ്ങനെ ഫ്രണ്ട്സൊക്കെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ പോയിക്കോട്ടെ, പോയിട്ട് വരട്ടെ എന്ന് വെച്ച്. ഉപ്പച്ചി പറഞ്ഞു ഓക്കെ പൊക്കോന്ന് പറഞ്ഞു. ഞാൻ പോയി. എനിക്കൊന്നും ഫീൽ ചെയ്തില്ല, ഞാൻ പോയി. പിറ്റേ ദിവസം ഒരു ഞായറാഴ്ചയായിരുന്നു. ഞാൻ ഉപ്പച്ചി ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഉപ്പച്ചി ഇങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു പാർക്കിൽ, എന്തൊക്കെ ചെയ്തത് നിങ്ങൾ, എന്താന്നൊക്കെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച് ഞാൻ ഭയങ്കര സംഭവത്തോടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഉപ്പച്ചി എന്നോട് പറഞ്ഞു, ലോകത്ത് വിജയിച്ച ആളുകൾ, അതായത് ജീവിതത്തിൽ ക്വാളിറ്റി ലൈഫ് കൊണ്ടുപോയ ആൾക്കാരും ക്വാളിറ്റി ഇല്ലാത്ത ലൈഫ് കൊണ്ടുപോകാത്ത ആൾക്കാരും ഉണ്ട്. ഈ ക്വാളിറ്റി ലൈഫ് ഇല്ലാതെ കൊണ്ടുപോയി, അതല്ലെങ്കിൽ മോശം സ്വഭാവം ആളുകൾ അധികവും പഠിച്ചിട്ടുള്ളത് രാത്രിയിലാണ്. ഭയങ്കര മെസ്സേജാണ്. അതായത് വഴിതെറ്റിപ്പോകാനുള്ള സാധ്യത കൂടുതലും. അതെ, അതായത് രാത്രിയുടെ പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുറ്റും ആരും ഉണ്ടാവില്ല. നമ്മുടെ പാരൻസ് ഉണ്ടാവില്ല, നമ്മുടെ നാട്ടുകാരും ഉണ്ടാവില്ല, നമ്മുടെ വേണ്ടപ്പെട്ടവരാരും ഉണ്ടാവും. ഓൺലി കൂട്ടുകാരും നമ്മുടെ ഒരു പേഴ്സണൽ ലോകം ഉണ്ടാവുള്ളൂ. അപ്പോൾ സിഗരറ്റ് വലിക്കൽ, മദ്യപാനം, മോശമായിട്ടുള്ള മറ്റു പ്രവർത്തനങ്ങളിലൊക്കെ പോകുന്നത് രാത്രിയിൽ നമ്മുടെ കൂട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പറ്റുമെങ്കിൽ, എന്നിട്ട് പാപ്പ പറഞ്ഞത് പറ്റുമെങ്കിൽ രാത്രി പുറത്ത് പോക്കലൊക്കെ ഒഴിവാക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഒരു വാപ്പ 16 വയസ്സുള്ള പയ്യനോട് പറ്റുമെങ്കിൽ എന്നാണ് പറഞ്ഞത്. അത് എൻ്റെ മനസ്സിൽ കൊണ്ടു. അത് കൊള്ളാനൊരു കാരണം കൂടിയുണ്ട്. നമ്മളന്നാ കൂടിയപ്പോൾ 2 ഫ്രണ്ട്സ് വാടാ എന്ന് പറഞ്ഞ് പിടിച്ചിട്ട് അങ്ങോട്ട് മാറി നിന്നിട്ട് ഒരു സിഗരറ്റ് വലിച്ചിട്ട് വന്നു. അപ്പോൾ വേറൊരുത്തൻ വാടാ എന്ന് പറഞ്ഞിട്ട് വേറൊരുത്തൻ പോയിട്ട് പഫ് എടുത്തിട്ട് വന്നു. അപ്പോൾ എന്നെ വിളിച്ച് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വാപ്പായിട്ട് പറഞ്ഞത് ഇങ്ങനെ ആലോചിച്ചു, ശരിയാണല്ലോ വാപ്പ പറഞ്ഞത്. അത്രയും നാളില്ലാത്ത പകൽ സമയത്തൊന്നും നമ്മളങ്ങനെ നിന്ന് ചെയ്യുന്ന സാധനമല്ല. രാത്രിയായപ്പോൾ ആളുകളും ഇല്ലല്ലോ. അപ്പോൾ ഫ്രണ്ട്സ് അത് ചെയ്തു, മറ്റുള്ളവരെ പോയി ചെയ്തു, എന്നെ വിളിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോൾ പറയുന്നത് ശരിക്കൊരു പോയിൻ്റാണ്. അപ്പോൾ അവർ ആ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞതാണ്. അത് പിന്നീട് ഞാൻ എൻ്റെ ജീവിതത്തിൽ അത്തരം അപ്പോൾ പറഞ്ഞു എന്ന് വെച്ചാൽ ഒട്ടും പോകണ്ടെന്നല്ല, എന്തെങ്കിലും ഫ്രണ്ട്സിൻ്റെ പ്രോഗ്രാംസുകളോ ഗ്യാതറിങ്ങുകളോ കല്യാണങ്ങളോ എന്തെങ്കിലും ഇവൻറ്റുകളോ എന്തൊക്കെ പൊക്കോ കുഴപ്പമൊന്നുമില്ല. ഇതൊരു ശീലമാക്കിയാൽ ജീവിതം വഴിതെറ്റി പോട്ടോ, ശ്രദ്ധിക്കണം കേട്ടോ എന്ന്. അത് വലിയൊരു മെസ്സേജാണ്. എനിക്ക് ഓർമ്മ വരുന്നൊരു കഥ, ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ വരുമ്പോൾ എൻ്റെ അടുത്ത് ഉപ്പ പറഞ്ഞ ആകെ ഒരു ഉപദേശം, എൻ്റെ കൺമുന്നിൽ വളരുന്ന ബഷീർ നല്ല കുട്ടിയാവാൻ വളരെ ഈസിയാണ്. നീ പോകുന്നത് ദുബായ് പോലത്തെ ഒരു നഗരത്തിലേക്കാണ്. ആരും കൺട്രോൾ ചെയ്യാനില്ലാതെ നീ നല്ല കുട്ടിയായി വളരുന്നതിലാണ് നീ നിൻ്റെ സാമർത്ഥ്യം തെളിയിക്കേണ്ടത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും
അപ്പോൾ ഈ ഉപ്പ ഉമ്മ എന്നുള്ള ഈ ഒരു ഇൻസിഡൻറ്റ് നിങ്ങളെ കുട്ടികളോട് നിങ്ങളെ മാതാപിതാക്കളെ കഥ പറയാറുണ്ടോ ഇവിടെ ഈ ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ? അത് ഞാൻ നമ്മുടെ ഈ പിന്നെ ക്ലാസ്സിലെ ഒരു സബ്ജക്റ്റ് തന്നെ പബ്ലിക് സ്പീക്കിങ്ങാണ്. അപ്പോൾ ഞാൻ ഈ പബ്ലിക് സ്പീക്കിങ്ങിൽ സാധാരണ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കുള്ള ഇഷ്ട വിഷയങ്ങൾ സംസാരിപ്പിക്കും, അവരെ കൊണ്ട് സ്റ്റോറികൾ പറയിപ്പിക്കും. അപ്പോൾ അതിലൊരു സ്റ്റോറി ഞാൻ നേരത്തെ പറഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ട ടീച്ചറിനെ പറ്റി ഒരു സ്റ്റോറി പറയാൻ പറഞ്ഞു. വേറെ ഒരു ദിവസം ഞാൻ കൊടുത്ത സബ്ജക്റ്റ് നിങ്ങളുടെ പാരൻസായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും ഇമോഷണലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ പറഞ്ഞു. മെമ്മറബിൾ ആയിട്ടുള്ള ഇൻസിഡൻറ്റ് സ്വാഭാവികമായിട്ടും എല്ലാ കുട്ടികൾക്കും ഉണ്ടായിരുന്നു. അപ്പോഴും രസം അതല്ല, ഒരു 60-70% കുട്ടികൾക്ക് അത് ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ്. ബാക്കി 30% കുട്ടികൾക്കും അത് ആലോചിച്ചിട്ട് പോലും കിട്ടില്ല. സ്വന്തം ഉമ്മയും വാപ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു മെമ്മറബിൾ ഇൻസിഡൻറ്റ് അവർക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ മാതാപിതാക്കൾ അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ആ കുട്ടികൾക്ക് അതുപോലും ഓർക്കാൻ പറ്റുന്നില്ലെങ്കിൽ ശരി പറഞ്ഞാൽ. പക്ഷെ അതിൽ 1-2 കുട്ടി പറഞ്ഞ ഒരു ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. അപ്പോൾ അതിലൊരു കുട്ടി പറഞ്ഞൊരു സ്റ്റോറി, ഈ കുട്ടി നാട്ടിൽ വെക്കേഷന് പോയപ്പോൾ ഒരു ഇലക്ട്രിക് സ്കൂട്ടി നാട്ടിൽ കൊണ്ടുപോയി. ഓക്കെ. അപ്പോൾ കൊണ്ടുപോയിട്ട് പിന്നെ സ്വാഭാവികമായിട്ടും ആ ഒരു മാസം നാട്ടിലുണ്ടായപ്പോൾ ഈ സ്കൂട്ടിയായിട്ട് അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ റോട്ടിലൊക്കെ ഇങ്ങനെ ഓടിച്ചു കിടക്കും. അപ്പോൾ അവർ അവിടെ വലിയൊരു ഇറക്കവും വലിയൊരു കയറ്റമൊക്കെ ഉള്ള ഒരു പ്രത്യേക സ്ഥലമാണ്, അങ്ങനത്തെ വടക്കായിട്ടുള്ള സ്ഥലമാണത്. അപ്പോൾ ആ കുട്ടിയുടെ ഉമ്മ എപ്പോഴും പാരൻസ് പറയും സ്കൂട്ടിയൊക്കെ കൊണ്ടുവന്ന് പക്ഷേ ഒരു കാരണവശാലും നീ അങ്ങോട്ട് പോവേട്ടോ എന്ന് പറയും. പക്ഷേ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവൻ പോവും അങ്ങോട്ടൊക്കെ. എന്നിട്ട് പാരൻസ് ചോദിക്കുമ്പോൾ പറയും ഇല്ല പോയില്ല എന്ന് പറയും. അപ്പോൾ ഇത് ഇവൻ തന്നെ പറയുന്ന സ്റ്റോറിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഈ സ്കൂട്ടിയായിട്ട് ഇവന് പിന്നെ ഈ ഇറക്കം നല്ല സ്പീഡിൽ വിട്ട് 1-2 ഫ്രണ്ട്സിനെ കിട്ടി അവനിക്ക്. അപ്പോൾ അവർ സൈക്കിളിൽ കയറുന്നു, ഇവന് സ്കൂട്ടിയും കാണണം. ഇത് എവിടെയോ ഒരു കല്ലും കണ്ട് അവിടെ കണ്ടുണ്ടായിരുന്നു, അതുമ്പോൾ തട്ടിട്ട് നേരെ തെറിച്ച് വീണ് ഭയങ്കരമായിട്ട് ബ്ലഡ് വന്ന് മൊത്തം ഇഞ്ചുറി ആയി, സീനായി. അപ്പോൾ ആ കുട്ടി ഭയങ്കരമായിട്ട് പേടിച്ച്. മെയിനായിട്ട് പേടിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫസ്റ്റ് ഓടി ഉമ്മയും അവൻ പറയുന്നതാണ് ഒരു അവസ്ഥയിലും അങ്ങോട്ട് പോയത് ആ ഏരിയ പോയിട്ട് ഓടിക്കിയത് ഡേഞ്ചറാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ വണ്ടികളൊക്കെ വരുന്നതാണ്. പക്ഷേ ഇവൻ പോകാറുണ്ടായിരുന്നെങ്കിലും പോകണ്ടെന്ന് പറയാറുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ എന്ത് വീട്ടിൽ പോയി പറയും എന്നുള്ളൊരു പേടി. വീട്ടിൽ പോയി പറഞ്ഞാൽ ഇവരെങ്ങനെ റിയാക്ട് ചെയ്യും, തല്ലോ അടിക്കോ പിടിക്കോ എന്നുള്ളൊരു ഭയങ്കര പേടി. ശരി വീട്ടിലേക്ക് പോകണമെന്ന് വരെ ഇങ്ങനെ ആലോചിച്ചു. ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചോക്കെ. അങ്ങനെ ഇവൻ വീട്ടിലേക്ക് കയറി ചെന്നു. വീട്ടിലേക്ക് കയറി ചെന്ന് ഇവൻ ആദ്യം പ്രതീക്ഷിച്ചത് ഉമ്മയായാലും വാപ്പയായാലും അതിനെ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും, തല്ലും എന്നുള്ളതിലാണ്. ഇവരെ കണ്ട പാടെ തന്നെ ഉമ്മ ഓടി വന്നിട്ടാണ് കെട്ടിപ്പിടിച്ചു. അയ്യോ എൻ്റെ പൊന്നുമോൻ എന്ത് പറ്റി എന്ന് വെച്ചിട്ട് കരഞ്ഞിട്ട് ആ 2-3 വാക്കിൽ എൻ്റെ പൊന്നുമോൻ എന്ത് പറ്റി, എന്താടാ നിനക്ക് പറ്റിയ, എന്ത് പറ്റിയ, എൻ്റെ അയ്യോ എന്ന് പറഞ്ഞിട്ട് വേഗം അപ്പം തന്നെ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക. പിന്നെ ഉമ്മയുടെ വെപ്രാണവും ടെൻഷനും ഡോക്ടറെ കാണലും ഒക്കെയാണ്. അവൻ പ്രതീക്ഷിച്ചതൊന്നും ഇതായിരുന്നില്ല. അത് മാത്രമല്ല, പിന്നെ ഉമ്മ കൂടെ നിന്നിട്ട് മാറ്റിക്കൊണ്ട് ഉമ്മ മോനെ വിഷമമുണ്ട്, മോനിക്ക് അവിടെ വേദനയുണ്ട്, ഉമ്മക്ക് ടെൻഷൻ ആവണ്ടെന്ന്. സത്യത്തിൽ ഇവൻ പ്രതീക്ഷിച്ചത് ഭയങ്കര തല്ലും അടിയും ചീത്തയൊക്കെയായിരുന്നു. പക്ഷെ ഉമ്മയുടെ ആ ഒരു രീതി മോനോട് പറഞ്ഞതല്ല ഉമ്മ പോകണ്ടാണെന്നുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഇടപെടലാണ് കഴിഞ്ഞപ്പോൾ ഇവൻ ഉമ്മയുടെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഉമ്മ ഞാൻ ഇനി ഒരിക്കലും ഉമ്മ പറയുന്നത് അനുസരിക്കാതിരിക്കില്ല. കാരണം ഞാൻ ഉമ്മയുടെ ഒരു കാര്യം കേട്ട് ഉമ്മ പറയുമ്പോഴൊക്കെ ഞാൻ പോകാറുണ്ടായിരുന്നു. ഞാൻ പക്ഷേ ഇത്തവണയും പോയിരുന്നു, ഇതിനു മുമ്പ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലായി ഉമ്മ പറയുന്നത് ഞാൻ കേൾക്കണമെന്നുള്ളത്, ഞാൻ ഒരിക്കലും ഉമ്മ പറയുന്നത് അനുസരിക്കാതിരിക്കില്ല എന്നുള്ളൊരു മെസ്സേജ്. അപ്പോൾ ഇവൻ പറഞ്ഞൊരു പോയിന്റ് ഇത്രേ ഉള്ളൂ. അവൻ പ്രതീക്ഷിച്ചതിനേക്കാളും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ആ പാരൻ്റ് ആ വിഷയത്തെ അപ്രോച്ച് ചെയ്തത്. അത് അവൻ്റെ മനസ്സിലെ ഏറ്റവും ലൈഫിലെ മെമ്മറബിൾ ഇൻസിഡൻ്റ് ആയെന്ന് മാത്രമല്ല, ഇനി ലൈഫിൽ ഒരിക്കലും ഉമ്മ പറയുന്നത് കേൾക്കണം, അനുസരിക്കണം എന്നുള്ള തോട്ട് ഇൻഡയറക്റ്റായിട്ട് അവൻ്റെ ബ്രെയിനിലേക്ക് കയറി എന്നുള്ളതാണ്. വലിയൊരു ഷിഫ്റ്റ് ഉണ്ടായി. വലിയ ഷിഫ്റ്റാണ്. വേറൊരു കുട്ടിക്ക് വേറൊരു സംഭവം ഉണ്ടാകും. ഇവന് പഠിക്കാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇച്ചിരി സയൻസ് ഇച്ചിരി ടഫായിരുന്നു അവർക്ക്. ഇച്ചിരി ഗെയിം കളിയൊക്കെ കൂടി പഠിക്കാൻ താല്പര്യമില്ലാത്ത വിഷയം ഇങ്ങനെ ഉണ്ടോ, അങ്ങനെ പ്രശ്നമുണ്ടല്ലോ. നമുക്കിപ്പോൾ ഒരു വിഷയം പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും, അത് മാത്രം പഠിക്കൂല, ബാക്കിയൊക്കെ പഠിക്കും. എന്നിട്ട് അതിന് വീണ്ടും മാർക്ക് കുറയുന്ന രീതിയുണ്ട്. സത്യത്തിൽ നേരെ ഉൾട്ടാണ് ചെയ്യേണ്ടത്, അതിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കണം. പക്ഷേ കുട്ടികൾക്ക് അറിഞ്ഞൂടാതെ കുട്ടികളത് മാറ്റി വെക്കും. അങ്ങനെ ഇവൻ പരീക്ഷയ്ക്ക് തോറ്റ് ആ സബ്ജക്റ്റ്. അങ്ങനെ വീട്ടിൽ വന്നു. അപ്പോൾ ഇവൻ ശരിക്കും നല്ല ചീത്തയും അടിയും തല്ലൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. വന്നു കഴിഞ്ഞപ്പോൾ ഉമ്മയും വാപ്പയും മാർക്ക് ഷീറ്റൊക്കെ മേടിച്ച് നോക്കി, പേപ്പറുകളൊക്കെ നോക്കി, മാഷാല്ലാ അത്യാവശ്യം നന്നായിട്ട് മാർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അവിടെ, വെരി ഗുഡ്, മറ്റെല്ലാ സബ്ജക്റ്റും കിട്ടിയിട്ടുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അതിനോട് പറഞ്ഞോളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. പക്ഷെ എനിക്ക് രാത്രി കിടക്കാൻ നേരത്ത് ഉറക്കം വരുന്നില്ല ഈ പയ്യന്.
എൻ്റെ ഉമ്മ എന്നൊന്ന് ചീത്ത പറയാറുണ്ട്, എൻ്റെ വാപ്പ എന്നൊന്ന് വഴക്ക് പറയാറുണ്ട്, തല്ലാറുണ്ട് എന്നൊക്കെയാണ് ഇവൻ ചിന്തിക്കുന്നത്. കാരണം ഇതിനു മുമ്പ് അവൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എണീച്ച പാടത്തന്നെ ഉമ്മ കിച്ചണിൽ നിൽക്കുകയാണ്. ഉമ്മ അടുത്ത് കൂട്ടി ചോദിച്ചു, ഉമ്മ ഇന്നലെ എന്താ എന്നെ ഒന്ന് വഴക്ക് പറയാറുന്ന വാപ്പയും ഉമ്മയും എന്നെ തല്ലാറുന്ന എന്തേ? എനിക്കത് ഇല്ലാണ്ടായപ്പോൾ എനിക്ക് ഭയങ്കര എന്തൊരു വിഷമം പോലെ തോന്നി. എന്ത് പറ്റി, നിങ്ങൾക്ക് വിഷമായോ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് വിഷമായോ എന്ന് ചോദിച്ചു. ഞാൻ തോറ്റയിൽ ഇല്ലാടാ വിഷമമൊന്നുമില്ല, മോനിക്കത് പഠിക്കാൻ ബുദ്ധിമുട്ടല്ലേ, പിന്നെ മോനെ വെറുതെ വഴക്ക് പറഞ്ഞിട്ട് മോനിക്ക് വിഷമാവുമെന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾ ഒന്നും പറയാതിരുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഉമ്മ പറയാണ്ടിരുന്നപ്പോൾ വാപ്പ ഒന്നും പറയാണ്ടിരുന്നപ്പോൾ അവർക്ക് വിഷമായോ എന്ന് മോനിക്കൊരു തോന്നൽ വരികയും പിന്നെ ഇവനെ എന്തെങ്കിലും പറഞ്ഞിട്ട് അവനക്കൊരു വിഷമാവണ്ട, അതുകൊണ്ടാണ് നിന്നോടൊന്നും പറയാറുന്നതെന്ന് അവരും പറയുകയും ചെയ്തപ്പോൾ ഇവരുടെ ഇടയിലുള്ള ഒരു ബോണ്ടിങ് ഭയങ്കരമായിട്ട് കൂടി. എന്നിട്ട് ഉമ്മ കൈ പിടിച്ചിട്ട് ചോദിച്ചാൽ എൻ്റെ മോനിക്ക് എന്താ പ്രശ്നം, പഠിക്കാൻ താല്പര്യമുണ്ടോ, അത് പഠിക്കാൻ പറ്റാത്ത? ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് ഉമ്മ, പക്ഷേ എനിക്ക് ഒരു ട്യൂഷൻ സപ്പോർട്ട് കിട്ടിയാൽ എനിക്ക് ഉഷാറായിട്ട് പഠിക്കാൻ പറ്റും, എനിക്ക് പഠിക്കണം, ഐ വോണ്ട് ടു ഷോ മൈ സെൽഫ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മോൻ പേടിക്കണ്ട, ഉമ്മ ഒരു പണി ട്യൂഷനാക്കി തരാമെന്ന് പറഞ്ഞ് ട്യൂഷനാക്കി. പിറ്റേ തവണ അവനക്ക് പാസ്സായി. അതിന് ശേഷമുള്ള വർഷം അവൻ 90+ മാർക്ക് ആ സബ്ജക്റ്റിൽ നേടി എന്നുള്ളത്. അപ്പോൾ അവൻ പറഞ്ഞൊരു പോയിൻ്റ്, ആ സമയത്ത് ആ പാരൻറ്റിൻ്റെ ഒരു ഇടപെടൽ അവർ തമ്മിലുള്ള ബോണ്ടിങ് കൂട്ടി എന്ന് മാത്രമല്ല, ഒട്ടും പഠിക്കാൻ താല്പര്യമില്ലാത്ത ഒരു സബ്ജക്റ്റിൽ അവൻ മാസ്റ്ററായി എന്നുള്ളതാണ്. ഇത് വലിയൊരു പോയിൻ്റാണ്. എന്താ വെച്ചാൽ എൻ്റെ മോൻ ഇപ്പോൾ 9ാം ക്ലാസ്സാണ് പഠിക്കുന്നത്. അവന് ടു ബി ഹോണസ്റ്റ് ബിലോ ആവറേജ് ആണ് പഠിക്കാൻ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് മോനെ ഞാൻ നിനക്ക് ചെയ്തു തരേണ്ടത്, എന്താണ് മോനെ ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്? അപ്പോൾ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് മാത്സ് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് ഏത് സാറിനെയാണ് ഇഷ്ടം? അപ്പോൾ ഞാൻ സ്കൂളിലെ ഒരു സാറിൻ്റെ പേര് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ സാറിനോട് ഞാൻ സംസാരിക്കാം. എന്നിട്ട് സാറിൻ്റെ വീട്ടിൽ ഞാൻ ഡെയിലി ഒരു മാസത്തേക്ക് ഡെയിലി എൻ്റെ പണിയെല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ അജ്മാനിലേക്ക് അവനെ ട്യൂഷൻ കൊണ്ടുവിട്ടു. സത്യം ആ ഒരു സബ്ജക്റ്റിൽ അവൻ ആ സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, ബാക്കി എല്ലാ സബ്ജക്റ്റിലും 90% മാർക്ക് അവൻ സ്കൂളിൽ എടുത്തു എന്നുള്ളതാണ്. ആ അധ്യാപകൻ അവൻ്റെ ലൈഫിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു. ഞങ്ങളുടെ ഇടപെടൽ ആസ് എ പാരൻറ്റ് അവനെ വഴക്ക് പറയുന്നതിന് പകരം അവൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി അതിനൊരു പരിഹാരം കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്കിവിടെ വലിയൊരു കോൺഫിഡൻസ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റാണ് ബഷീർ. പിന്നെ നമ്മൾ തുടക്കത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത വിഷയമാണ് ഒരു അധ്യാപകൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊക്കെ പഠിച്ചതൊക്കെ നമുക്കൊരു അധ്യാപകൻ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ ആ അധ്യാപകൻ്റെ സബ്ജക്റ്റ് നമ്മൾ പഠിച്ചിരിക്കും, ശ്രദ്ധിച്ചല്ലേ? പക്ഷെ ആ അധ്യാപകൻ ഇവിടെ ചെയ്തത് ബാക്കി സബ്ജക്റ്റും കൂടി നീ എങ്ങനെ ടാക്കിൾ ചെയ്യണം, എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു ഇപ്പം ഭയങ്കര. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ആ ക്ലാസ് മാറ്റി തരട്ടെ, വേറെ ക്ലാസ്സിലേക്ക്? വേണ്ട ഉപ്പം, എനിക്ക് ഈ ക്ലാസ്സിലിരുന്നിട്ട് പഠിച്ച് മാർക്കെടുത്ത് കാണിക്കണം എന്നാണ് അവൻ പറഞ്ഞത്. ആ ഒരു ചാലഞ്ച് അവൻ എടുക്കാൻ പറ്റിയ ഒരൊറ്റൊരു അധ്യാപകൻ്റെ ഇടപെടൽ കൊണ്ട്. ഇത്തരത്തിലുള്ള മെൻറ്റർഷിപ്പാണ് ശരിക്കും അധ്യാപകർ ചെയ്യേണ്ടത്. കുറേ സബ്ജക്റ്റ് കുറേ അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തിട്ടോ കണ്ടന്റ് പഠിപ്പിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. കുട്ടികൾക്ക് എന്താ വേണ്ടത് എന്ന് മനസ്സിലാക്കി ഓരോ അധ്യാപകനും ബിഹേവ് ചെയ്യുമ്പോഴാണ് അവർ യഥാർത്ഥത്തിലുള്ള അധ്യാപകരായിട്ട് മാറുന്നത്. തീർച്ചയായിട്ടും പാരൻസിന് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ് സെമീക്കിന്? എങ്ങനെ ബോണ്ടിങ് ആയിരിക്കണം, എന്തൊക്കെ അവരുടെ മോറൽ എഡ്യൂക്കേഷൻ മാത്രമല്ല അവരുടെ മോറൽ സൈഡ്, അവരുടെ എങ്ങനെ അവരെ ഒരു മീൻ പിടിക്കുന്ന പോലെയാണ് നമ്മൾ മക്കളെ സമീപിക്കേണ്ടത്. കയ്യിൽ നിന്ന് മീൻ ഇളകിപ്പോവാനും പാടില്ല, മീൻ വേദനിക്കാനും പാടില്ല. നല്ല ചോദ്യമാണ്. ഇതിലെന്താ സഹോദരമോ, 2 വിഷയങ്ങൾ ഇതിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്ന്, ഞാൻ ഈ കുട്ടികളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ പല കുട്ടികൾക്കും അവരുടെ ലൈഫിനെ പറ്റി ഒരു ക്ലാരിറ്റി ഇല്ലായ്മയുണ്ട്, നല്ലതുപോലെ ഇല്ല. അവർക്ക് എന്താവണം, എന്ത് പഠിക്കണം, എന്താണ് അവരുടെ കഴിവ്, എങ്ങോട്ടേക്കാണ് അവർ പോകേണ്ടത്, അതിനെന്തൊക്കെ ചെയ്യണം എന്നതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി ഇല്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ അതിന് നമ്മുടെ ക്ലാസ്സിൽ ഏതാണ്ട് 9th സ്കൂളിൽ 11th പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഈ കുട്ടികൾ പിന്നെ ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാന്, നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾക്ക് സ്കില്ലുള്ളതെന്ന്. കാരണം എല്ലാവർക്കും ഒരു സ്കില്ലുണ്ട്, ആ സ്കില്ല് എന്താണെന്ന് കണ്ടെത്തുക. പൊട്ടൻഷ്യൽ ഇല്ലാത്ത ഒരാളും ഈ ദുനിയാവിലില്ല. ആ സ്കില്ല് കണ്ടെത്തണം. ശരിക്കും പറഞ്ഞാൽ പല പാരൻസിനും പല കുട്ടികൾക്കും അവരുടെ സ്കില്ല് കണ്ടെത്താൻ പറ്റാറില്ലെന്നാണ്. അതിന് നമ്മുടെ ലൈഫിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് ഇന്നിപ്പോൾ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ സയൻറ്റിഫിക്കലി ഒരുപാട് പിന്നെ പ്രൂവൺ ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്താൽ തന്നെ ഒരു കുട്ടി എങ്ങനെ പിന്നെ ആ കുട്ടിയുടെ ടേസ്റ്റ് എന്താണ്, ആ കുട്ടി ഏത് മേഖലയിൽ വന്നാൽ ശോഭിക്കും, അതിന് എന്ത് കോച്ചിങ് പ്രോഗ്രാം അവരെടുക്കേണ്ടത്, എന്ത് കോഴ്സ് എടുക്കേണ്ടത്, അങ്ങനെ ആയാൽ അവന് ഏത് പ്രൊഫൈലിലേക്ക് വരെ എത്താം, അങ്ങനെ വന്നാൽ അവന് എത്രമാത്രം സൂപ്പറാവും,
മനസ്സിലായില്ലേ? നമ്മുടെ പാഷനും നമ്മുടെ ടാലൻറ്റും നമ്മുടെ കഴിവും സെറ്റായി നിൽക്കുന്ന ഒരു മേഖലയുണ്ട്. ആ മേഖലയിലാണ് ആ കുട്ടി വരണമെന്നുണ്ടെങ്കില്ല ചെറിയ എഫേർട്ട് വലിയ റിസൾട്ട് ഉണ്ടാക്കും. അതെ, അത് കണ്ടെത്തലാണ് നമ്മളെ കാര്യം. അത് പല പാരൻസിനും കുട്ടികൾക്കും കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇവിടെ പാരൻസ് എന്താ ചെയ്യണമെന്ന്, ഒന്ന് ഈ കുട്ടികൾക്ക് അവരുടെ ലൈഫിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി കൊടുക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതിന് ഇന്നിപ്പോൾ ഒരുപാട് സയൻറ്റിഫിക്കലി ഒരുപാട് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്, അതൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത്, പല പാരൻസിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മക്കൾ അവരെന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെയൊക്കെ ആവണം. അത് നോട്ട് ഓൺലി എഡ്യൂക്കേഷൻ പർപ്പസ് മാത്രമല്ല കേട്ടോ. അവരിപ്പോൾ ജീവിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലുണ്ട്. ചിലപ്പോൾ അവർ നല്ലൊരു വിശ്വാസിയാവും, ചിലപ്പോൾ അവർക്ക് ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിത രീതി ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ അവർ അവരുടെ മക്കൾ ഇങ്ങനെ ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും, ഇങ്ങനെയൊക്കെ പെരുമാറണം, ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണം, ഇങ്ങനെയൊക്കെ രാവിലെ എത്ര മണിക്ക് എണീക്കണം, ഇങ്ങനെ കിടന്നുറങ്ങണം, ഇങ്ങനെ ചെയ്യണം, എങ്ങനെയൊക്കെ അവർക്കൊരു രീതിയുണ്ട്. അതുപോലെ മക്കളാവണം എന്ന് പറയും. എന്നിട്ട് ഈ പ്രഷർ മൊത്തം മക്കൾക്ക് കൊടുക്കും. സത്യത്തിൽ ഓരോ വ്യക്തികളും ഓരോ കുട്ടികളും അവർക്ക് അവരുടേതായ ഒരു വ്യക്തിത്വമുണ്ട്, ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ടീനേജിലേക്ക് ഇറങ്ങുന്ന കുട്ടികളുടെ വിഷയത്തിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ടത് 13 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സത്യം, ഇത് കുട്ടിയല്ല ഇനി, അതൊരു പുരുഷനായി മാറി അവൻ, അല്ലെങ്കിൽ അവരൊരു പെൺകുട്ടിയല്ല, ഒരു പെണ്ണായി മാറി. കാരണം പ്രായപൂർത്തിയിലേക്ക് എത്തിയവർ, അതാണ് ടീനേജ് എന്ന് പറയുന്നത്. ആ പ്രായമാകുമ്പോൾ കുട്ടിയോട് സംസാരിക്കുന്ന പോലെ, കുട്ടിയോട് ഇടപെടുന്ന പോലെ, കുട്ടിയോട് ദേഷ്യപ്പെടുന്ന പോലെ ഉള്ള കളിയൊന്നും അവിടെ നടക്കില്ല. അവിടെ അവനെ ഒരു പേഴ്സണാലിറ്റി ആയിട്ട് ഉൾക്കൊള്ളാൻ ആദ്യം പറ്റണം. അവനൊരു വ്യക്തിയാണ്. ആ വ്യക്തി എന്ന നിലയ്ക്ക് അവനോട് സംസാരിക്കുന്ന രീതിയിൽ, ആ വ്യക്തി എന്ന നിലയ്ക്ക് അവരെ പരിഗണിക്കുന്ന രീതിയിൽ, ആ വ്യക്തി എന്ന നിലയ്ക്ക് അവനായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്ന രീതിയിലേക്ക് ഓരോ പാരൻസും മാറണം. പ്രത്യേകിച്ച് ആൺകുട്ടികളായിട്ട് പിതാക്കന്മാർക്ക് നല്ല ബോണ്ടിങ് വേണം, ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ. അബ്സല്യൂട്ട്ലി കറക്റ്റ്. പെൺകുട്ടികളായിട്ട് ഉമ്മമാർക്കും നല്ല ബോണ്ടിങ്, അവരായിട്ട് എല്ലാം ഡിസ്കസ് ചെയ്യണം. പിന്നെ ആ പ്രായത്തിൽ അവരറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അവർക്ക് കുറേ ഹോർമോണൽ ചേഞ്ചുകളുണ്ട് ബോഡിയിൽ. അവർക്ക് പിന്നെ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ദേഷ്യം വരും, മനസ്സിലായില്ലേ? ആ ഹോർമോൺ ചേഞ്ച് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് റിയാക്ട് ചെയ്യും, അവർ പെട്ടെന്ന് കയർത്ത് സംസാരിക്കും, അവർക്ക് പല ടൈപ്പ് ഓഫ് ഇമോഷൻസുകളുണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവരെന്ത് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് അവനിക്ക് ആദ്യം പറഞ്ഞു കൊടുക്കണം. നമ്മളാദ്യം പഠിക്കണം പാരൻസ് എന്ന നിലക്ക്. എന്നിട്ട് അവനിക്ക് പറഞ്ഞു കൊടുക്കാം, മോനെ ഈ പ്രായത്തിലാണ്, ഇപ്പം നിൻ്റെ ബോഡിയിൽ കുറേ ഹോർമോൺ ചേഞ്ചുകൾ സംഭവിക്കുന്നുണ്ട്, അങ്ങനെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നിനക്ക് ഇങ്ങനെയുള്ള സ്വഭാവ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അത് നിൻ്റെ കുഴപ്പം കൊണ്ടല്ല, അത് നിൻ്റെ ബോഡിയിൽ ഹോർമോൺ ചേഞ്ച് കുറവാണെന്നൊക്കെ അവനോട് പറയുമ്പോൾ തന്നെ അവനിക്ക് അപ്പോൾ കുഴപ്പമില്ലല്ലേ എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഇത് ഇങ്ങനെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരു ദിവസം പിന്നെ ഒരു പാരൻ്റ് എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചെങ്കിൽ, ഉസ്താദ് അവന് പെട്ടെന്ന് എൻ്റെ അടുത്ത് ദേഷ്യം ചേട്ടൻ, എൻ്റെ ഉമ്മ ഒന്നും തോന്നില്ല കേട്ടാ, വിഷമം തോന്നില്ല കേട്ടാ, ഞാൻ അറിയാതെ പെട്ടെന്ന് പറഞ്ഞു പോയതാണ്, സാറ് പറഞ്ഞിട്ടുണ്ട് എന്നോട് ഈ പ്രായത്തിൽ ഹോർമോൺ ചേഞ്ച് ഉണ്ടാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഇതാവും, പക്ഷെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ പോലും അപ്പം തന്നെ പോയിട്ട് നിങ്ങളുടെ പാരൻസിനോട് പോയിട്ട് സോറി പറഞ്ഞ് ഒന്ന് തോന്നി കേട്ടോ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ ആ കുട്ടി ആ പാരൻറ്റിനോട് പറയണേ, അവൻ എന്നോട് പെട്ടെന്ന് കാര്യത്തിൽ സംസാരിച്ച് പിന്നെ ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് ഉമ്മ എന്ന് പറഞ്ഞിട്ട് പിന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ വെച്ചിട്ട് പറഞ്ഞ് എന്നാ. അപ്പോൾ ഞാൻ പറഞ്ഞ നമ്മളവർക്ക് അത് സൈക്കോളജിക്കൽ പ്രശ്നമാണോ? നല്ല ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഇത്തരത്തിലുള്ള റിയാക്ഷനുകൾ ഉണ്ടാവും, അത് 90% കുട്ടികൾക്ക് ഉണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ അത് അവർക്ക് പറഞ്ഞു കൊടുക്കണം, പാരൻസ് മനസ്സിലാവണം, എന്നിട്ട് അതിനനുസരിച്ചിട്ട് പിന്നെ ഗൈഡ്. പിന്നെ നമ്മൾ ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഓരോന്നും പഠിക്കുന്നത് ഫ്രണ്ട്സിൽ നിന്നാണ്. കൂട്ടുകാരുടെ സ്വാധീനം ഭയങ്കര സ്വാധീനമുണ്ട്. സോഷ്യൽ മീഡിയ ഒരു സൈഡിലുണ്ട്, മറു സൈഡിൽ കൂട്ടുകാരുടെ സ്വാധീനമുണ്ട്. നമ്മളെല്ലാവരും ആ പ്രായത്തിൽ എല്ലാ കാര്യങ്ങളും ആ പ്രായത്തിൽ പഠിക്കുന്നത് അധികം കൂട്ടുകാരിൽ നിന്നാണ്. പിന്നെ കൂട്ടുകാർ പറയുന്നതാണ് വലിയൊരു ഇൻഫർമേഷൻ നമ്മുടെ മുന്നിൽ. സത്യത്തിൽ ആ കൂട്ടുകാരുടെ സൈഡിൽ പറഞ്ഞോട്ടെ, അവരുടെ സ്വാധീനം ഉണ്ടായിക്കോട്ടെ, അതേപോലെ തന്നെ അവർ പറഞ്ഞു കൊടുക്കുന്നതിൽ ശരികളും തെറ്റുകളും ഉണ്ടാവില്ല. പാരൻസ് എന്ന നിലക്ക് നമ്മൾ അവരുടെ ഫ്രണ്ടായി കഴിഞ്ഞാലുള്ള ഗുണം വെച്ചാൽ നമുക്ക് ഓരോന്ന് കൃത്യസമയങ്ങൾക്ക് അവർ പറഞ്ഞു കൊടുക്കാം. പ്രായപൂർത്തി എന്താണ്, എന്താണ് പിന്നെ ഇതാവുന്നത്, എന്താണ് പുരുഷൻ എന്ന് പറയുന്നത്, ഇതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കണം. അതിനിപ്പോൾ എന്താ, നമ്മുടെ മക്കളല്ലേ, നമ്മുടെ മക്കൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക എന്താണ് ലൈഫ്, എന്താണ് സെക്സ്, എന്താണ് കുടുംബജീവിതം, എങ്ങനെയാണ് മക്കൾ, ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഓപ്പോസിറ്റ് ജെൻഡറിനോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്, അവരോട് എന്താ ഒരു അപ്രോച്ച് നമുക്ക് ഉണ്ടാവുന്നത്. സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റ് ജെൻഡറിനോട് അട്രാക്ഷൻ ഉണ്ടാവും, സ്വാഭാവികമാണത്, മനസ്സിലായില്ല? ആ പ്രായം അതാണ്, ഹോർമോൺ. അപ്പോൾ അത് അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താണ് സൂക്ഷിക്കേണ്ടത്, അവർ ഏറ്റവും ജെൻറലായിട്ട് എങ്ങനെ പെരുമാറേണ്ടത്, പ്രത്യേകിച്ച് ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടികളോട് ഏറ്റവും മര്യാദയോടെ എങ്ങനെ സംസാരിക്കണം, അവരെ നമ്മുടെ മൈൻഡ് സെറ്റ് എന്താണ്, പൊതുവെ ആണുങ്ങൾക്ക് ആ പ്രായത്തിൽ ഉണ്ടാകുന്നത്, എങ്ങോട്ടൊക്കെയാണ് നമ്മുടെ കണ്ണിനുണ്ടാകുന്ന ആകർഷണങ്ങൾ എന്താണ്, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് കുട്ടികൾ പറഞ്ഞു കൊടുക്കണം. ഒരു കുഴപ്പമില്ല. ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടിക്ക് ആ യഥാർത്ഥ സെൻസിൽ കിട്ടും. ഡെഫിനറ്റ്ലി
അതിലൂടെ ആ കുട്ടിയും ആ പാരനും തമ്മിലുള്ള ബോണ്ടിങ്, എൻ്റെ മോനും ഞാൻ തമ്മിലുള്ള ബോണ്ടിങ് അങ്ങനെയാണ്. അവനതുകൊണ്ട് വാപ്പ എന്തെങ്കിലും വാപ്പാ ഇതെന്താ സംഭവം, ഇതെന്താ സംഭവം എന്നൊക്കെ ചോദിക്കും, മനസ്സിലായില്ലേ? അപ്പോൾ ഓരോന്ന് വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ അത് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഫ്രണ്ട് സർക്കിളിന്റെ സ്വാധീനം കുറയും. നമ്മൾ അല്ലാതെ അവരുടെ മൈൻഡ് ഫൈൻ ട്യൂൺ ചെയ്യുന്നതിൽ ഫ്രണ്ട് സർക്കിളിൻ്റെ സ്വാധീനം കുറയും. അവരുടെ ബ്രെയിനിൽ, അത് സബ് കോൺഷ്യസ് മൈൻഡിൽ അവർക്ക് ചില കാര്യങ്ങളെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നതിൽ ഈ ഇടപെടൽ ഫ്രണ്ട് സർക്കിളിൽ കുറയും. മറിച്ച് യഥാർത്ഥത്തിലുള്ള റിയൽ ഡാറ്റ അവരിലേക്ക് കയറുന്നു. അപ്പോൾ പാരൻസ് എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടി ഇങ്ങനെ ആവണമെന്ന് വാശി പിടിക്കേണ്ട, നമ്മുടെ കുട്ടി അങ്ങനെ ആവണമെന്ന് വാശി പിടിക്കണം. അവരായിട്ട് തന്നെ ഉൾക്കൊള്ളാം. ഇപ്പം പാരൻസ് നമ്മളെ കുട്ടി ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ചിന്ത വരുന്നതിൻ്റെ പ്രധാന ഒരു കാരണം മറ്റു കുട്ടികളെ കമ്പയർ ചെയ്യുന്ന ഭയങ്കരമായ ഒരു ഡിസാസ്റ്ററാണ് ശരിക്കും അത്. അതുണ്ട്. അത് ശരിക്കും അതിലൊന്നും കാര്യമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ തന്നെ 2 മക്കൾ, ഒരാൾ ഒരു നേച്ചർ, വേറെ ആൾ വേറെ നേച്ചർ, രണ്ടുപേരും ഒരേ വീട്ടിൽ ജനിച്ചു, രണ്ടുപേരും ഒരേ പാരൻസിൻ്റെ മക്കളായിട്ട് ജനിച്ചു. അതങ്ങനെയാണ്. അത് എന്തുകൊണ്ടാണ് തന്നെ നമ്മൾ ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു ടീച്ചറിൻ്റെ കഥ പറഞ്ഞപ്പോൾ ഞാൻ മാത്രമേ ചിലപ്പോൾ ടീച്ചറിൻ്റെ ആ കഥ ആ സെൻസിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവുള്ളൂ, വേറെ കുട്ടികൾ ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ പലരും കേൾക്കുന്നത് പല രീതിയിലാണ്, പലതും ഒബ്സർവ് ചെയ്യുന്നത് പല രീതിയിലാണ്, പലരും ബ്രെയിനിലേക്ക് കയറ്റുന്നത് പല രീതിയിലാണ്. അപ്പോൾ പലർക്കും പല സ്വഭാവമാണ്. നമ്മൾ ആ സ്വഭാവങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ച് കുട്ടികളോട് സംസാരിച്ചാൽ ട്രമൻഡസ് ചേഞ്ച് കുട്ടികളിൽ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളെപ്പോഴും പാരൻസ് അവരെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക, അവരെ ഗൈഡ് ചെയ്യുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരു വിഷയം കൂടിയുണ്ട്. കുട്ടികളുടെ എൻവയോൺമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. അവർ ഫ്രണ്ട് സർക്കിൾ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കും. ഫ്രണ്ട് സർക്കിൾ മാത്രമല്ല, നമ്മൾ കുട്ടികൾ ജനിച്ചു വളർന്നൊരു സാഹചര്യം, നമ്മൾ കുട്ടികൾക്ക് നേരത്തെ പറഞ്ഞ മാതിരി ഇൻ്റർനെറ്റും കൊടുത്തു, മൊബൈലും കൊടുത്തു, ലാപ്ടോപ്പും കൊടുത്തു, ടാബും കൊടുത്ത്, എന്നിട്ട് കുട്ടികളോട് പറയുന്നത് ചീത്ത കാര്യങ്ങളൊന്നും കാണാൻ പാടില്ല, വെറുതെ യൂട്യൂബ് നോക്കിയിരിക്കാൻ പാടില്ല, ഗെയിം കളിച്ചിരിക്കാൻ പാടില്ല, വന്നു കഴിയുമ്പോൾ പഠിക്കണോട്ടോ എന്ന് പറഞ്ഞിട്ട് വന്നാൽ ഒരു കുട്ടിയും പഠിക്കില്ല. ഇല്ല. അവിടെ നമ്മൾ അതിൻ്റേതായൊരു പ്രൊസീജിയർ കൊണ്ടുവരാം. നമ്മൾ അവർക്ക് സെൽഫായിട്ട് ഇതൊക്കെ സ്വന്തമായിട്ട് ഇതൊക്കെ എല്ലാ ആക്സസിബിലിറ്റിയും കൊടുത്തിട്ട് കുട്ടികളെ വിട്. നമ്മളെങ്ങനെയാണ്, നമുക്കിപ്പോൾ പിന്നെ മൊബൈലും കിട്ടി ഇൻ്റർനെറ്റും കിട്ടിയാൽ നമ്മൾ എത്ര നേരം ഇങ്ങനെ തോണ്ടിയിരിക്കും? അതെ അല്ലേ? സ്വാഭാവികമായിട്ടും മക്കൾ തിരിച്ചു ചോദിക്കും, ഫുള്ള് മൊബൈലിലല്ലേ ചോദിക്കും. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എൻവയോൺമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ കുട്ടികൾ ആരായിട്ട് പെരുമാറുന്നു, ആരായിട്ട് ഇടപാടുന്നു, ഓരോ സമയം അവരെന്തിനൊക്കെ വേണ്ടിയാണ് സ്പെൻഡ് ചെയ്യുന്നത്, ഇതൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും നോക്കുകയും മനസ്സിലാക്കാനും ഓരോ പാരൻസിനും പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ എൻവയോൺമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അടുത്തിടെ ഉണ്ടായൊരു സംഭവമാണ്, ഒരു പാരൻ്റ് എന്നെ കാണാൻ വന്നിരുന്നു. അപ്പോൾ കാണാൻ വരാനുള്ള കാര്യം നമ്മൾ വിളിപ്പിച്ചതാണ്. ആ കുട്ടിയിൽ ഒരു ചെറിയ മാറ്റങ്ങൾ ഈ അടുത്തിടെ കണ്ടു തുടങ്ങിയായിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, എന്താണ് കുട്ടിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടല്ലോ, അത് മറ്റു കുട്ടികളെ ചെറുതായിട്ട് സ്വാധീനിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പാരൻ്റ് സാറ് വിളിപ്പിച്ച് നന്നായി, ഞാൻ കുറേ പറയാനിരിക്കുകയായിരുന്നു. അവന് വൈകുന്നേരം ഒരു 8 മണിയാകുമ്പോൾ 6 മണിയാകുമ്പോൾ സ്കൂൾ വിട്ട് തന്നാൽ ഒരു 5 മണി 6 മണിയാകുമ്പോൾ പോക്ക് പോകും. പിന്നെ വരുന്നത് ഒരു 8:30 മണിയാകുമ്പോഴാണ്. വീക്കെൻഡ് ആയാലും പിന്നെ 11 മണി 12 മണിക്ക് വരെ. ഇന്നലെയൊക്കെ വീട്ടിലേക്ക് കയറുന്നത് 11 മണിക്കാണ്. ഞാൻ ഇന്നലെ കുറേ ചീത്ത പറഞ്ഞു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അവനക്കൊരു സ്കൂട്ടി ഉണ്ട്, അവനായിട്ട് ഫ്രണ്ട്സായിട്ട് പുറത്തേക്ക് പോക്കാണ്, അവന് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇപ്പോൾ വരാമെന്ന് പറയും, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അവൻ്റെ മൊബൈൽ ഉൾപ്പെടെ എനിക്ക് ആക്സസിബിലിറ്റി ഇല്ല. പിന്നെ കുട്ടീനെ പറ്റി മൊത്തം ഇങ്ങനെ കാണിച്ചാൽ. അപ്പോൾ ഞാൻ ചോദിച്ചു, കുട്ടി സ്കൂളിൽ എത്രയല്ലേ പഠിക്കണേ? 8ാം ക്ലാസ്സിൽ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി രാവിലെ സ്കൂളിൽ വിട്ട് വന്നിട്ട് 5 മണി 6 മണിയാകുമ്പോൾ ഒരു പോക്കാണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് കയറുന്നത് 8 മണി 8:30ക്കും, വീക്കെൻഡിൽ 11 മണിക്കും 12 മണിക്കും. അവൻ്റെ മൊബൈൽ നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ്റെ മൊബൈൽ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നണേ, എനിക്കത് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൻ മൊബൈൽ തരുന്നില്ല. ചോദിച്ചപ്പോൾ അവൻ ഭയങ്കര ദേഷ്യപ്പെടണം എന്നൊക്കെ പറയാണ്. ഞാൻ അവൻ പഠിക്കുന്ന ഒരു കുട്ടിയെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെ അവനക്ക് മൊബൈൽ മേടിച്ചു കൊടുത്തു, നിങ്ങൾ തന്നെ അവനക്ക് വലിയ ഇലക്ട്രിക് ബൈക്ക് മേടിച്ചു കൊടുത്തു, നിങ്ങൾ തന്നെ നല്ല ഒരു പിന്നെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവനെ താമസിച്ചു, നല്ലൊരു കമ്മ്യൂണിറ്റിയിൽ കൊണ്ടുപോയി താമസിച്ചു, അവൻ്റെ കൂട്ട് മൊത്തം ഇംഗ്ലീഷുകാരായിട്ടും അവരായിട്ടുമാണ്, അങ്ങനെയാണ്. എന്നിട്ട് നിങ്ങൾ തന്നെ പരാതിപ്പെടുന്നു. ഇത് മാറ്റണം നിങ്ങൾ. കാരണം നമ്മുടെ കുട്ടികൾ ഏത് എൻവയോൺമെൻറ്റിൽ വളരണം, ഏത് കുട്ടികളായിട്ട് ഫ്രണ്ട്സ് ഉണ്ടാവണം, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവണം, ഏത് സമയത്ത് പുറത്തു പോകണം, ഏത് സമയത്ത് വരണം എന്ന് അറ്റ്ലീസ്റ്റ് അവരിൽ അതിൽ സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി, അവരെ കൺട്രോൾ ചെയ്യുന്ന ഞാൻ വാക്ക് ഉപയോഗിക്കില്ല, ആ സ്വാധീനം ഉണ്ടാക്കാൻ ഒരു പാരൻ്റ് നിലക്ക് നമ്മൾ പറ്റുന്നില്ലെങ്കിൽ, അത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയിൽ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ പരാജയം. നമ്മൾ ഈ സമ്പാദിക്കുന്നതിലൊന്നും ഒരു കാര്യമില്ല. പിന്നെ നമ്മൾ കുറേ ഇരുന്ന് ആലോചിച്ചിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എന്താ പ്രശ്നം, പിന്നെ പാരൻസ് കഴിഞ്ഞ ദിവസം ഒരു പാരൻറ്റ് വിളിച്ചു, പിന്നെ ഞാൻ മോനിങ്ങനെ ഒരു സംഭവം ചെയ്ത്, സംഭവം എന്താണെന്ന് ഞാൻ എടുത്ത് പറയുന്നില്ല,
അപ്പോൾ ഞാൻ അവനായിട്ട് പിന്നെ ഭയങ്കര വർത്താനമായി, എനിക്ക് ദേഷ്യം വന്നു സാറേ, എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റിയില്ല, ഞാൻ അവനായിട്ട് ഭയങ്കരമായിട്ട് വഴക്കായി, സംസാരമായി. പിന്നെ അവനും എന്നോട് കുറേ ഇങ്ങോട്ട് സംസാരിച്ചു. അതപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞു, ഞാൻ സാറിനെ ഒന്ന് വിളിച്ചാണ്, എന്താണ് ഇപ്പോൾ ചോദിക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടി വിളിച്ചാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവൻ എന്താ ചെയ്തത്, അപ്പോൾ കേട്ടപ്പോൾ വളരെ ചെറിയൊരു കാര്യമാണ്. അപ്പോൾ അവൻ പറഞ്ഞു ഞാനത് ഇന്നൊരു കാര്യം ചെയ്യാൻ ഏൽപ്പിച്ചു, അവനത് ചെയ്തില്ല. അപ്പോൾ അവൻ ചെയ്തിട്ടില്ല, അതാണ് പ്രശ്നം. അപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് പുള്ളിക്ക് ഭയങ്കരമായിട്ടാണ്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഞാൻ പിന്നെ എന്നിട്ട് അവൻ പറയുന്നുണ്ട് ഞാൻ കളവ് പറഞ്ഞില്ല, ഉള്ളതല്ല പറഞ്ഞത്. പറഞ്ഞാൽ നിങ്ങൾ എന്നോട് പണ്ട് പറഞ്ഞു ഓർക്കണേ, ഞാൻ എൻ്റെ മോനോട് എപ്പോഴും പറഞ്ഞു കളവ് പറയത് കളവ് പറയുന്നത്. അതവൻ ശീലിച്ചില്ലേ, അവൻ കളവ് പറഞ്ഞില്ല, അവൻ സത്യം പറഞ്ഞു. മനസ്സിലായില്ലേ? എന്നിട്ടും ആ ഒരു പോയിന്റാണ്. എന്നിട്ടും അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിൽ കാര്യം നടന്നില്ല എന്നുള്ള ഫ്രസ്ട്രേഷനാണ് പുള്ളി. പിന്നെ വർത്താനേ. അപ്പം ഞാൻ പറഞ്ഞു സത്യത്തിൽ ഇവിടെ ഒരു പ്രശ്നമില്ല, ഈ പ്രശ്നം ഇപ്പോൾ മൊത്തം ഉണ്ടാക്കിയത് നിങ്ങളാണ്. നിങ്ങളെന്തിനാ ഇങ്ങനെ വാശി പിടിക്കണേ? ആ വിഷയത്തെ ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കിയിട്ട് അവനെ അൾട്ടിമേറ്റ് നമ്മുടെ പാരൻസിൻ്റെ ഉത്തരവാദിത്തം എന്താണ്? കുട്ടികളിൽ മാറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇടപെടലിലൂടെ മാറ്റം ഉണ്ടാക്കുക. അത് ഏത് ഇടപെടലാണെന്നുള്ളത് ഓരോ പാരൻസിൻ്റെയും ഓരോ ജീവിത സാഹചര്യം അനുസരിച്ചിട്ടാവാം. ഇങ്ങനെ തന്നെ വേണമെന്ന് ഞാൻ പറയൂല, എൻ്റെ സൈക്കോളജിയൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇടപെടലുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഇടപെടലുകൾ കുട്ടികളിൽ സ്വാധീനം ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് ഞാൻ എൻ്റെ ഇത്രയും നേരത്തെ സംസാരത്തിൽ പല സ്ഥലത്തും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ ലൈഫിലും കുട്ടികളുടെ ഇന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും കുട്ടികളിൽ നിന്ന് കേൾക്കുന്ന ആളാണ്. ഞാൻ ഒരിക്കലും ഇങ്ങനെ നമ്മളൊരു സൈക്കോളജിസ്റ്റ് ഒന്നുമല്ല. പക്ഷേ കുട്ടികൾ അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ വ്യത്യസ്ത തരത്തിലുള്ള എക്സ്പീരിയൻസുകൾ കേട്ട് അതിനനുസരിച്ചിട്ടാണ് അവരുടെ മനസ്സിനെയും പഠിച്ചുകൊണ്ട് നമ്മൾ പറയുന്ന വിഷയമാണ്. ഇത് പറഞ്ഞപ്പോൾ വേറൊരു സംഭവം എൻ്റെ മനസ്സിലാണ്. ഞാൻ എൻ്റെ പിതാവുമായി ബന്ധപ്പെട്ടുള്ള കഥകൾ കുട്ടികളോട് പറഞ്ഞപ്പോൾ കുട്ടികൾ പറഞ്ഞൊരു പോയിൻ്റാണ്, സാർ ക്യാൻ യു കോൾ അവർ പാരൻസ് ആൻഡ് ടെൽ യുവർ ഫാദർ സ്റ്റോറി എന്ന് പറഞ്ഞത്. പല പാരൻസും പല കുട്ടികൾക്കും അവർക്ക് അവരുടേതായ ഫീലിങ്സുകളുണ്ട്. പല കുട്ടികൾ നമ്മളെപ്പോഴും പാരൻസ് എന്ന നിലയ്ക്ക് നമ്മൾ ചിന്തിക്കുന്നത് അറിയാമോ, എൻ്റെ കുട്ടി ഇങ്ങനെ ആവണം, എൻ്റെ കുട്ടി അങ്ങനെ ആവണം, എൻ്റെ കുട്ടി ഇങ്ങനെ ചെയ്യണം, എൻ്റെ ഇങ്ങനെ ആവണം, ഇങ്ങനത്തെ ഒരു സംസ്കാരം ഉണ്ടാവണം, ഇങ്ങനത്തെ ഒരു ബിഹേവിയർ ഉണ്ടാവണം, ഇന്ന സമയത്ത് ഉറങ്ങണം, ഇന്ന സമയത്ത് എണീക്കണം എന്നൊക്കെയാണ് നമ്മൾ ആലോചിക്കണത്. അതേപോലെ തന്നെ ആ കുട്ടികൾ എൻ്റെ വാപ്പ ഇങ്ങനെയൊക്കെ ആവണം, എൻ്റെ ഉമ്മ ഇങ്ങനെയൊക്കെ ആവണം എന്നും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം കൂടി നമുക്ക് വേണമെന്നാണ് എനിക്ക് ഇതിൽ പറഞ്ഞു നോക്കാനുള്ളത്. അപ്പോൾ ഇന്ന് ഇപ്പം മിക്ക പാരൻസും ഗൾഫിലുള്ളവർ ഉമ്മ മാത്രമാണ് മക്കളെ നാട്ടിൽ കൺട്രോൾ ചെയ്യുന്നത്. അധികം ആൺകുട്ടികളെ കൺട്രോൾ ചെയ്യാൻ ഉമ്മമാർക്ക് കിട്ടാറില്ല. എപ്പം പോകുന്നു, എവിടെ പോകുന്നു, എപ്പോൾ തിരിച്ചു വരുന്നു, അതൊന്നും അവർക്കൊരു കൺട്രോളില്ല. വൈകി വന്ന് എന്താടാ വൈകിയെന്ന് ചോദിച്ചാലും ചോദിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ആ നാട്ടിലെ മക്കൾക്ക് എങ്ങനെ അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും? പാരൻസിന് ഒരു ഉപദേശം സെമിക്കിന് എന്ത് കൊടുക്കാൻ പറ്റും? ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയ ചോദ്യമാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞതിൽ എല്ലാം സാഹചര്യമായിട്ട് കണക്റ്റഡാണ്. അപ്പോൾ ഓരോന്നും ഓരോ കേസുകളാണ്. ഓരോ കേസുകളായിട്ട് തന്നെ എടുത്ത് പഠിക്കണം. ഇതൊരു കോമൺ ചോദ്യമാണ്. ആ കോമൺ ചോദ്യത്തിന് കോമൺ മറുപടി പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു പർട്ടിക്കുലർ കേസാണെങ്കിലാണ് നമുക്കതിന് കേസാണെങ്കിൽ നമുക്കങ്ങനെ അതിനൊരു മറുപടി തരാൻ പറ്റും. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്രേ ഉള്ളൂ, ഒരു ഒരു മോശമായൊരു സാഹചര്യത്തിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ഒരു കൗൺസിലറെ കണ്ടിട്ട് തന്നെയാണ് അവർ സംസാരിക്കേണ്ടത്. ഒരു കൗൺസിലറെ സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് തന്നെ സംസാരിച്ച് അതിന് സൊല്യൂഷൻ കണ്ടെത്തേണ്ട വിഷയമാണ്. പക്ഷേ ഒരു പാരൻ്റ് ഇവിടെ ഇപ്പോൾ നാട്ടിൽ 5-ലും 6-ലും 7-ലും 8-ലൊക്കെ പഠിക്കുന്ന സ്കൂളിലെ കുട്ടികളുള്ള പാരൻസിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നൊരു കാര്യം, അവരും ഈ കുട്ടികളും തമ്മിലുള്ള ബോണ്ടിങ് ഡേ ബൈ ഡേ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുക, അവരായിട്ടുള്ള കണക്ഷൻ കൂട്ടാൻ നോക്കുക, അവരായിട്ട് എപ്പോഴും സംസാരിക്കുക, വീഡിയോ കോൾസുകൾ ചെയ്യുകയും സംസാരിക്കുകയും ഇടപെടലുകൾ നടത്തുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ അവിടെ ശരിക്കും ഇവിടെ പിതാക്കന്മാരെക്കാൾ കൂടുതൽ തീർച്ചയായിട്ടും ഉമ്മമാർക്ക് വലിയ റോളുണ്ട്. ഉമ്മമാരുടെ പ്രോബ്ലം വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മമാർ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലതും കുട്ടികൾക്ക് തുടക്കത്തിൽ ചിലതൊക്കെ സമ്മതിച്ചു കൊടുക്കും. അത് ഇവിടെ ഫാദറിനോട് പറയാതെ ചിലതൊക്കെ സമ്മതിച്ചു കൊടുക്കും. എന്നിട്ട് അതിങ്ങനെ സമ്മതിച്ചു കൊടുത്ത് പിന്നെ കുട്ടികൾ നന്നായിട്ട് കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ട് എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞിട്ട് പോകും. അപ്പോൾ എന്താ പറയുക, മറച്ചു പിടിക്കും ഈ അച്ഛന്മാരോടത്ത്. അപ്പോൾ ഇത് മറച്ചു പിടിക്കുന്ന വലിയൊരു പ്രശ്നമാണത്. ഒരിക്കലും മറച്ചു പിടിക്കാൻ പാടില്ല. കുട്ടികളുടെ ആദ്യത്തെ ഏതെങ്കിലും ഒരു പുതിയ ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പാപ്പനോട് പറയണ്ടല്ലേ, അച്ഛനോട് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാൽ പോലും നീ പൊക്കോ എന്ന് പറഞ്ഞാൽ പോലും എന്താ പറയുക, ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം കൃത്യമായിട്ട്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്, കുട്ടി ഒരു ലെവലിലേക്ക് എത്തിയതിന് ശേഷമാണ് ഈ പിതാക്കന്മാർ ഈ വിഷയങ്ങളൊക്കെ അറിയുന്നത് തന്നെ. പിന്നെ പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന ഉമ്മയും വാപ്പയും തമ്മിലുള്ളൊരു ബോണ്ടിങ് ക്ലിയർ ആയിരിക്കണം.
പല പാരൻസിലും സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൾഫിൽ ഫാദർ ഉണ്ടാവും, മദർ നാട്ടിലായിരിക്കും, മക്കൾ നാട്ടിൽ വളരുന്നു. അവരൊരു പ്രായം കഴിഞ്ഞ് ഒരു ടീനേജിലേക്ക് കടക്കുന്ന പ്രായം 11 വയസ്സ് 12 വയസ്സ് 13 വയസ്സിലേക്ക് എത്തുമ്പോൾ കുട്ടികളുടേതായ കുറേ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉമ്മമാരടുത്ത് പറയും. എന്നിട്ട് പറയുന്നത് വാപ്പാരത്ത് പറയണ്ടെന്ന് പറഞ്ഞിട്ട് പതിയെ ഉമ്മമാർ എന്നാൽ പിന്നെ പോക്കോ എന്ന് പറഞ്ഞ് സമ്മതിച്ചു കൊടുക്കും. ചെറിയ ചെറിയ കാര്യങ്ങൾ, അത് ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഒന്ന് പുറത്ത് പോകുന്നതാവാം, അല്ലെങ്കിൽ ഒന്ന് ഷോപ്പിംഗ് കറങ്ങാൻ പോകുന്നതാവാം, സിനിമക്ക് പോകുന്നതാവാം, ഇങ്ങനെ പതിയെ പതിയെ ഒന്നുകൂടി തുടങ്ങും. പിന്നെ വൈകുന്നേരങ്ങളിൽ പുറത്ത് പോക്കാവാം. ഇതൊന്നും ഈ ഗൾഫിലിരിക്കുന്ന പാരൻസ് അല്ലെങ്കിൽ ഫാദർ അറിയുന്നില്ല. അപ്പോൾ അവിടെ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആ തുടക്കം മുതലുള്ള മാറ്റം, ഉമ്മ എന്ന നിലക്ക് തീർച്ചയായിട്ടും ഒരു സൈക്കോളജിക്കൽ ഡിഗ്രി ഒരു മാനേജ്മെൻ്റൊക്കെ ആവാം, വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. അറ്റ് ദി സെയിം ടൈം തന്നെ എ ടു സെഡ് അറിയിച്ചിരിക്കണം, അറിയണം. എന്നിട്ട് അതായത് അവരെ തമ്മിലുള്ളൊരു ബോണ്ട്, ആ ഫാദർ അവിടെ ഉണ്ട് എന്നുള്ള ബോധത്തിൽ ഉണ്ടെന്നുള്ള ഒരു ഓർമ്മയിലും ബോധ്യത്തിലും ഈ ഉമ്മ വാപ്പനോട് പറഞ്ഞിരിക്കണം. മനസ്സിലായി, അവിടെ ഇല്ലെങ്കിൽ പോലും. അപ്പോൾ അതിലൂടെ എന്താ വെച്ചാൽ ആ കുട്ടിയിലുണ്ടാകുന്ന മാറ്റം ഈ ഫാദറിന് പതിയെ പതിയെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിലൂടെ എന്താ സംഭവിക്കണേ, ഈ പാരൻറ്റും ഈ കുട്ടിയും തമ്മിലുള്ള സംസാരങ്ങളിലും ടോക്കുകളിലും ഈ വരുന്ന വെക്കേഷനുകളിലൊക്കെ ഇത്തരത്തിലുള്ള ഇടപെടലുകളും സംസാരങ്ങളും ഫാദറിനെ അറിയാതെ ഈ കുട്ടി പോലും അറിയാതെ കൊണ്ടുവരാൻ സാധിക്കും, മാറ്റം ഉണ്ടാക്കാൻ പറ്റും. കാരണം പാരലലി അപ്ഡേറ്റ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ ഇപ്പോൾ നാട്ടിൽ എന്താ സംഭവിക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾ ഇങ്ങനെ പോകുന്നു, ഈ അമ്മമാർ ഇത് മറച്ചു പിടിക്കുന്നു, കുറച്ചാളിങ്ങനെ പോയി, പിന്നെ വൈകുന്നേരം പോയിട്ട് പിന്നെ രാവിലെ വീട്ടിലേക്ക് വരുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു, പിന്നെ ഒരു ടൂർ പോയി കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞിട്ട് വരുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഇതൊന്നും ഈ ഗൾഫിലിരിക്കുന്ന പാരൻസ് അറിയുന്നില്ല. ഒരു കയറ്റം കഴിഞ്ഞ് കഴിയുമ്പോൾ കുട്ടി വേറെ എന്തെങ്കിലും കുടുങ്ങി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ പെട്ടു, അല്ലെങ്കിൽ വേറെ ഒരു റോങ് ആയി എന്നുള്ള മെസ്സേജ് വരുമ്പോഴാണ് ഇങ്ങനെയുള്ളവർ ഇങ്ങനെ സംഭവം ഉണ്ടായി ഞാൻ നിങ്ങളോട് പറയാണ്ടിരുന്നതെന്നൊക്കെ പറയുമ്പോഴാണ് പിന്നീടാണ് ഈ പാരൻസ് മൊത്തം അറിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണം. അതിപ്പോൾ ഏറ്റവും വേസ്റ്റ് സിനാരിയോ പറയണം. ഇനി അല്ലാത്ത സിനാരിയോ ആയാൽ പോലും ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അത് ഡേ ഫസ്റ്റ് തുടങ്ങി ആ കുട്ടിയിൽ ഉണ്ടാകുന്ന ഓരോ ട്രാൻസ്ഫർമേഷൻ, കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള ഓരോ കാര്യങ്ങളും പാരൻസ് അതിനുവേണ്ടി കൂടുതൽ സംസാരിക്കാൻ സമയം കണ്ടെത്തുക. അതിലൂടെ അവരുടെ ഒരു ബുദ്ധിപൂർവമായിട്ടുള്ള ഇടപെടലിലൂടെ അവർക്ക് തീർച്ചയായിട്ടും ആ കുട്ടിയെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കുട്ടികൾ കൈവിട്ടു പോകും. ഇപ്പോൾ ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളോടും എന്തേ വൈകി എന്ന് ചോദിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉമ്മമാർക്ക് നാട്ടിൽ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം. അല്ല, അത് നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ ഏതൊരു കാര്യവും എല്ലാം ഇങ്ങനെയാണ്. എപ്പോഴും എന്താണ് നമ്മൾ ഈ മറ്റേ ഈ റബ്ബർ ബാൻഡ് പോലെയാണ്, സാധനം ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇത്രയായി, പിന്നെ വീണ്ടും ആ റബ്ബർ ബാൻഡ് ഇങ്ങനെയായി, കുറച്ചും കൂടി വലിച്ചു ഇങ്ങനെയായി, ഇങ്ങനെ നീണ്ടു പോകുള്ളൂ എന്ന് പറഞ്ഞാൽ തുടക്കത്തിലേ തന്നെ നമ്മളതിനെ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ, നമ്മൾ തുടക്കത്തിൽ കുട്ടിയല്ലേ മോനല്ലേ പൊക്കോട്ടെ എന്നൊക്കെ വിചാരിച്ച് സപ്പോർട്ട് ചെയ്യും. ആ തുടക്കത്തിലേ നമ്മളത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അതിൻ്റെ പോക്ക് എങ്ങോട്ടേക്കാണെന്ന് തിരിച്ചറിയാനുള്ള ബോധ്യം നമ്മുടെ പാരൻസിന് ഇല്ലെങ്കിൽ നമ്മൾ വിടും, ഉറപ്പാണ്. അത് ആദ്യമേ തന്നെ തുടങ്ങണം. ഇല്ലെങ്കിൽ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് പിള്ളേരെ ഹോൾഡ് ചെയ്യാൻ പറ്റാതെ അത് മാറ്റുമെന്നത് ചീത്ത പറയണമെന്നോ വഴക്ക് പറയണമെന്നോ മോട്ടിവേറ്റ് ചെയ്യണമെന്നോ അത് ഇടപെടലിലൂടെ അവരിൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും അവിടെ നിന്നാണ് നമ്മുടെ പാരൻസിൻ്റെ യഥാർത്ഥ റെസ്പോൺസിബിലിറ്റി കുട്ടിയെ ഫൈൻ ട്യൂൺ ചെയ്യുന്നതിൽ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അവിടെ ഒരു ടീനേജ് പ്രായത്തിൽ. അപ്പോൾ ആ പ്രായത്തിലേക്ക് കിടക്കുന്ന സമയത്ത് തുടങ്ങി നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്യണം, അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാവുന്നതല്ല ഇതൊന്നും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ആദ്യം അധ്യാപകരെ കൊണ്ട് പറഞ്ഞു ഒരു ജോലി ചെയ്യുക എന്നുള്ളൊരു കടമ തീർത്തു എന്നതുപോലെ നമ്മൾ മാതാപിതാക്കളും മക്കളെ പോറ്റുക എന്നുള്ളൊരു കടമ തീർക്കൽ മാത്രമല്ല നമ്മളെ ജോലി. തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് 2 പ്രശ്നമുണ്ട്. ഒന്ന് ടെക്നോളജിയുടെ കാലത്ത് ജീവിക്കുന്ന കുട്ടികളും, മറ്റേത് ടെക്നോളജി ഇല്ലാത്ത കാലത്ത് ജനിക്കുകയും ഇപ്പോൾ ടെക്നോളജിയിലേക്ക് വന്ന മാതാപിതാക്കളുമാണ്. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ ഇത്തരത്തിലുള്ള ഏജിലുള്ള ഏജൻസി പ്രായത്തിലുള്ള കാറ്റഗറിപ്പെട്ട കുട്ടികളെ ഡീൽ ചെയ്യൽ അത്ര എളുപ്പമല്ല. ശരിക്കും പാരൻസ് പാരൻറ്റിങ് പ്രൊഫഷണലായിട്ട് പഠിക്കണം. അതായത് എങ്ങനെ കുട്ടിയെ ഡീൽ ചെയ്യണം, എങ്ങനെ പെരുമാറണം, എന്ത് പറയണം, എന്ത് പറയാൻ പാടില്ല, എവിടെ സംസാരിക്കണം, എങ്ങനെയാണ് അവരെ ലോക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവരെ റിലാക്സ് ചെയ്ത് വിടേണ്ടത്, ഇതൊക്കെ ശരിക്കും പഠിക്കേണ്ട സമയം. അതാണ് ഞാൻ പറഞ്ഞ മാതിരി ഈ പഠനം എന്ന് പറഞ്ഞ സാധനം നമ്മുടെ അക്കാഡമിക് പഠനം മാത്രമല്ല, ലൈഫിലെ വിവിധ മേഖലകളും പഠിച്ചുകൊണ്ടേയിരുന്നോളണം. അതിപ്പോൾ പാരൻറ്റിങ് ആവാം, ടീച്ചിങ് ആവാം, അതിനിപ്പോൾ പുതിയ ടെക്നോളജി ആവാം, ടെക്നിക്സ് ആവാം, പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ആവാം, പബ്ലിക് സ്പീക്കിംഗ് ആവാം, നമ്മൾ പഠിച്ചുകൊണ്ടേയിരുന്നോളണം. അത് നമ്മളെ വലിയ മാറ്റങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ ശരിക്കും പാരൻസിന് പ്രൊഫഷണലി പാരൻറ്റിങ് പഠിക്കുന്ന ഒരു ക്ലാസ് വലിയൊരു സാധ്യത ഉള്ളൊരു മേഖലയാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. കാരണം ഇവിടെ ഇപ്പോൾ ശരിക്കും പാരൻറ്റിങ് പഠിപ്പിക്കുന്ന ഒരുപാട് ട്രെയിനേഴ്സും കോച്ചുമാരൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ നമ്മളതേക്കുറിച്ചും ആലോചിക്കുന്നുണ്ട്. ഈ പറഞ്ഞ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ തന്നെ പല കുട്ടികളും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ വന്നൊരു തോട്ടാണ്, എന്തുകൊണ്ട്
ഈ പാരൻസിനും ഒരു കോച്ചിങ് പ്രോഗ്രാം, ഒരു വർഷത്തെ ഒരു കോച്ചിങ് പ്രോഗ്രാം എന്തുകൊണ്ട് കൊടുത്തുകൂടാ എന്നതിനെ പറ്റിയും നമ്മളിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതൊരു കോഴ്സ് പോലെ. അപ്പോൾ അതിലൂടെ അവർക്കൊരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവും. അപ്പോൾ രണ്ട് സൈഡ് ഒരേ സമയത്ത് തന്നെ ബാലൻസിങ് നടക്കും. കുട്ടികളെ കേൾക്കാനും പറ്റും, നമുക്ക് പാരൻസിനും കേൾക്കാൻ പറ്റും. ഞാൻ കഴിഞ്ഞ ദിവസം പിന്നെ ഈ കുട്ടികൾ സത്യത്തിലേക്ക് കുട്ടികൾ ശുദ്ധ ഹൃദയക്കാരാണ്. അവർക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുക്കാനില്ല എന്നുള്ളതാണ്. നമ്മൾ കുട്ടികൾ വലുതാക്കാൻ നമ്മുടെ വിചാരം കുട്ടികൾ പിന്നെ സ്വഭാവം മാറി അവന് നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല എന്നുള്ളതാണ്. പക്ഷെ അവർക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ? ആ പറഞ്ഞു കൊടുക്കേണ്ട പോലെ അവർക്ക് കേൾക്കുന്ന പോലെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ പറഞ്ഞു. ഞാൻ ആ കുട്ടികളോട് പറയും, നിങ്ങളുടെ പാരൻസിനെ നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ വെറും മണ്ടന്മാരാന്ന് പറയും. അതായത് ഞാൻ കുട്ടികളോട് പറയും, നിങ്ങളുടെ പാരൻസിനെ നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റണം, അവരെ ഹാപ്പി ആക്കാൻ പറ്റണം. വളരെ സിമ്പിളാണ്. നിങ്ങളുടെ പാരൻസ് നിങ്ങളിന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് ചെയ്തിട്ട് അവരൊന്ന് ഹാപ്പിയാക്ക് എന്ന് ഞാൻ കുട്ടികളോട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ പാരൻസിനോട് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ബാലൻസിങ് അവിടെ സംഭവിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് കുട്ടികളുടെയും പാരൻസിൻ്റെ ഇടയിലുള്ള ഒരു ബാലൻസിങ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുട്ടികളെ കേട്ടിട്ട് അങ്ങനെ പ്രശ്നത്തിന് പാരൻസിനെ വിളിച്ചു പറയും. പാരൻസ് എന്തെങ്കിലും കൺസേൺ വിളിച്ചു പറഞ്ഞാൽ അത് കുട്ടികളായിട്ട് ഇരുന്ന് സംസാരിച്ചിട്ട് അവർക്ക് അത് ഉപദേശിക്കുന്ന പോലെ അല്ലാത്ത രീതിയിൽ അവർ ഫൈൻ ട്യൂൺ ചെയ്ത് നമ്മൾ മാറ്റിയെടുക്കും. ഈ ഒരു പാറ്റേൺ നമ്മുടെ ഈ മോറൽ എഡ്യൂക്കേഷനിൽ നമ്മൾ നന്നായിട്ട് കൊണ്ടുവരുന്നത്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പം അധ്യാപകർ കുട്ടികളെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, സ്വാധീനിക്കുന്നു, അതുപോലെ പാരൻസ് കുട്ടികളെ സ്വാധീനിക്കുന്നു. ഈ കുട്ടികൾ ഇവർ രണ്ടിലേക്കും സ്വാധീനം ചെലുത്തുന്ന സംഭവങ്ങൾ ഉണ്ടാവാറില്ലേ? കുട്ടികളാൽ അധ്യാപകർ മോട്ടിവേറ്റ് ആകുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ഓഫ് കോഴ്സ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞാൻ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ സൈക്കോളജി ഞാൻ പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ അവർ എന്താണ് പാരൻസിനെ പറ്റി ആഗ്രഹിക്കുന്നത്, എന്താണ് അവരെങ്ങനെയുള്ള പാരൻറ്റിനെ പറ്റിയാണ് ആഗ്രഹിക്കുന്നതെന്നൊക്കെ ഞാൻ കുട്ടികൾ പറഞ്ഞ് മനസ്സിലാക്കിയാണ്. ഇതാണ് ഞാൻ പാരൻസിനോട് പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ തന്നെ പാരൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പല പാരൻസും പല റിക്വയർമെൻറ്റാണ്. ചില പാരൻസ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, ചില പാരൻസ് ഭയങ്കര നോർമൽ ലെവലായിരിക്കും. പല പാരൻസിന് ഓക്കെയാണ് എൻ്റെ മോൻ നന്നായിട്ട് ജീവിച്ചാൽ മതി എന്നുള്ളതാണ്, നല്ല സംസ്കാരം ഉണ്ടായാൽ മതി എന്നാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ റിക്വയർമെൻറ്റാണ്. അപ്പോൾ നമ്മളിതൊക്കെ കേട്ട് അത് കുട്ടികൾക്ക് നമ്മളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഈ രണ്ടിൻ്റെ ഇടയിൽ നമ്മൾ നിൽക്കുന്ന ഈ മോറൽ എഡ്യൂക്കേഷൻ ഇത് ഉള്ളതുകൊണ്ടാണ് നമുക്ക് നന്നായിട്ട് കുട്ടികളെ ബോണ്ട് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തിട്ട്. ഞാനിത് പറയാൻ കാരണം എൻ്റെ മക്കളിൽ നിന്ന് ചെറിയ മക്കൾ 1ാം ക്ലാസ് പഠിക്കുന്ന മോനായാൽ പോലും എനിക്ക് ഒരുപാട് മെസ്സേജ് അവർ തരുന്നുണ്ട് ലൈഫിൽ. കാരണം എനിക്കത് ഭയങ്കര അവയർനെസ് ഒരുപാട് സമയത്ത് അവർ തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർ നമ്മളെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, അത് നമ്മളോട് പറയുന്നുണ്ട്. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മൾ പഠിക്കേണ്ടത്, ഞാൻ പറയാം, ഏതൊരു പഠിത്തം നമ്മുടെ അറിവുകളൊന്നും പൂർണ്ണമല്ലല്ലോ. നമ്മൾ കണ്ടതും കേട്ടതും മനസ്സിലാക്കിയതൊന്നും ശരികളാവണമെന്ന് നിർബന്ധമില്ല. പിന്നെ ഒരു ശരി മാത്രമല്ല, ഒരുപാട് ശരികളുണ്ട്. എൻ്റെ ശരിയായിരിക്കണമെന്നില്ല, നിങ്ങളെ ആ ശരികളൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം. പല ശരികളെ നമുക്ക് ചിലപ്പോൾ മാറ്റിയിട്ട് പുതിയ ശരികളെ കൊണ്ടുവരാൻ പറ്റണം. അതൊക്കെ നമ്മുടെ കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെയും കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിലൂടെ അതൊക്കെ പറ്റുള്ളൂ. അതിന് പ്രായമൊന്നുമില്ല. ആരെയും കാണാം, ആരെയും കേൾക്കാം, ആരിൽ നിന്നും പഠിക്കാം. സമീക്, നല്ലൊരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആയിരുന്നു. ഒരു പാരൻ്റ് എങ്ങനെയായിരിക്കണം, മക്കൾ എങ്ങനെയായിരിക്കണം, അധ്യാപകരെങ്ങനെയായിരിക്കണം, നമുക്ക് വീണ്ടും കാണണം. കാരണം നിങ്ങൾക്ക് ഒരുപാട് മേഖലകളും കൂടി സംസാരിക്കാനുണ്ട്. ഒരു സാമ്പത്തിക അച്ചടക്കം, നിങ്ങളൊരു ഉരുക്കും മനുഷ്യനാണ്, ആ കഥ കേൾക്കാൻ നിങ്ങൾക്ക് ഭയങ്കര താല്പര്യമുണ്ട്. അതുപോലെ പേഴ്സണൽ ഗ്രോത്ത് എങ്ങനെയായിരിക്കണം. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 5-6 സബ്ജക്റ്റ് ഇനിയും നിങ്ങൾക്ക് നമ്മളിലൂടെ സ്റ്റോറി പറയാനുണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. വളരെ സന്തോഷം. താങ്ക് യു.